പോകണമെന്ന് പറയുമ്പോഴും അവിടെ ഇൻസ്റ്റാളേഷൻസും വണ്ടർ അടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു ഫുള്ള്. ഇങ്ങനെ ചുമ്മാ ഫോൺ സ്ക്രോൾ ചെയ്യാൻ നേരത്ത് ഗ്രൂപ്പിൽ ഇങ്ങനെ കസിൻസിന് മെസ്സേജ് വന്നു. ഞാൻ ശ്വാസം വലിക്കുന്നു, അത് ചെയ്യുന്ന അപ്പുറത്തുള്ളവരൊക്കെ നോക്കുന്നു. മൊത്തത്തിൽ കിളി പോയിരിക്കുവാണെങ്കിലും എത്ര തവണ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഒന്ന് പറഞ്ഞു തരുന്നത്. ഹലോവീൻ തന്നെ നല്ല അടിപൊളിയായിരുന്നു. ഓരോരുത്തരൊക്കെ കോസ്റ്റ്യൂമിലൊക്കെ വന്നു. അപ്പൊ അന്നിരുന്ന് വരച്ചായിരുന്നു ഇതിനായിരുന്നു. വീഡിയോ കോൾ ഉണ്ടാക്കിക്കുന്ന ഇവള് ആൻസർ കീ ചെക്ക് ചെയ്യുന്നു. ഇതാണ് ദ റിയൽ മൊമെന്റ്. ആർക്കിടെക്ചറോ ഇതെന്ത് സാധന. ഹലോ, ഞാൻ അനീസ ജബ്ബാർ. ഞാൻ എറണാകുളം തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡിസൈൻ ഫാക്കൽറ്റിയാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് JEE BRക്ക് പഠിച്ച് ടോപ്പ് റാങ്ക് നേടിയ 3 കുട്ടികളാണ്. അപ്പോൾ നമുക്ക് അവരോട് സംസാരിക്കാം. ഹലോ, ഞാൻ ദർശന KS. ഞാൻ തിങ്കിലെ JEE റിപ്പീറ്റർ ബാച്ചിലായിരുന്നു ഈ വർഷം. ഇത്തവണത്തെ JEEയിൽ എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 93യും പേഴ്സണൽ 99.87 ആയിരുന്നു. ഞാനിപ്പോൾ NITയിൽ അഡ്മിഷൻ ഒക്കെ ആയി. ഇനി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഹായ്, ഐ എം നഹാൻ. ഞാൻ എറണാകുളം തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ BRക്ക് റിപ്പീറ്റർ ആയിരുന്നു. എനിക്ക് ഈ പ്രാവശ്യത്തെ JEE BRക്കിൽ 99.83% ആയിരുന്നു. റാങ്ക് 29th ആയിരുന്നു കാറ്റഗറി റാങ്ക്. അപ്പോൾ ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് SPA ഡൽഹിയിലാണ്. അപ്പോൾ പോകാനിരിക്കുന്നു. ഹായ്, ഐം ഫിദ. ഞാൻ എറണാകുളം തിങ്ക് BR റിപ്പീറ്റേഴ്സ് ബാച്ചിൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് ഇത്തവണത്തെ JEE പേപ്പർ 2ൽ 99.274 പെർസെൻറ്റൈൽ ആൻഡ് 136 റാങ്കും ഉണ്ട്. ഇനി എനിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് SPA ഡൽഹിയിലാണ്. സോ എല്ലാവർക്കും അഡ്മിഷനൊക്കെ ആയിട്ട് പോകാനായിട്ട് തയ്യാറായിട്ടിരിക്കുവാണ്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് വൈ BR? എന്തുകൊണ്ടാണ് നിങ്ങൾ BRക്ക് ചൂസ് ചെയ്തത്? ഞാൻ ആക്ച്വലി പാഷനേറ്റ് ആയിട്ട് തന്നെ വന്നതാ. ഐ മീൻ, എനിക്കിപ്പോൾ വേറൊരു സബ്ജക്റ്റിൻ്റെ അടുത്തും ഇത്രയ്ക്കൊരു ഇത് തോന്നിയിട്ടില്ല. ഞാൻ ബാക്കി എല്ലാത്തിലും ഭയങ്കര ആവറേജാണ്. ഇതിൽ മാത്രമാണ് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ടും കുറച്ചൊരു ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റുന്നത് മാത്രമല്ല ഇങ്ങനെ കുറച്ച് ഫാസിനേഷനായിട്ട് വന്നത് തന്നെ. എപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്താണ് ഈ ഒരു ആഗ്രഹം? എനിക്കിപ്പോൾ ഞാൻ കരിയർ ഗൈഡൻസ് പോയപ്പോഴാണ് ആക്ച്വലി ഇങ്ങനെ ഒരു സംഭവം ഇൻട്രസ്റ്റഡ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത് തന്നെ. അതിന് മുന്നേ ഒന്നും എനിക്ക് അറിയണ്ടായില്ല. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ നോക്കി തുടങ്ങിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചു. ഫിദ? ഞാനിത് അങ്ങനെ ചെറുപ്പം തൊട്ടേ ആർക്കിടെക്ചറിന് പോകണം അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. എന്തായാലും മെഡിക്കൽ ഫീൽഡ് അങ്ങനത്തെ ഒന്നും പറ്റില്ല. ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കണം. എന്നാൽ ഒത്തിരി ഡിസൈൻ ഓറിയൻറ്റഡ് ആവരുത്, എന്നാൽ മൊത്തത്തിൽ ഒത്തിരി ടെക്നിക്കലും ആവരുത്. അങ്ങനെ ഒരു ഇതിൽ ഒരു മിഡ് എന്ന രീതിയിലാണ് ആർക്കിടെക്ചർ ചൂസ് ചെയ്യുന്നത്. ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഞാൻ പെയിൻറ്റിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു വർക്ക്ഷോപ്പ് വരെ പോയിരുന്നു. അപ്പം അവിടുത്തെ ഫാക്കൽറ്റി ആയിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ സാറാണ് എന്നോട് പറഞ്ഞത് BRക്ക് എന്ന് പറഞ്ഞിങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, ഇങ്ങനെ എൻട്രൻസ് എക്സാം ഉണ്ട്. അപ്പം തൊട്ടാണ് ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നതല്ല. അത് കഴിഞ്ഞ് BRക്ക് എടുക്കാം എന്നുള്ള ഇതായി. പക്ഷേ ഇതിനെപ്പറ്റി കേൾക്കുന്നതൊക്കെ ഭയങ്കര ഇതായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയിട്ട് ഉറപ്പിക്കാം. ഒരു കോൺഫിഡൻ്റ് ഇല്ലായിരുന്നു ആദ്യം. അപ്പോൾ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയിട്ട് ഉറപ്പിക്കാമെന്നായി. അങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയപ്പോൾ ഓക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് നേരെ തിങ്കിൽ ജോയിൻ ചെയ്തത്. എനിക്കും ഏതാണ്ടൊക്കെ സിമിലർ സ്റ്റോറി ആണ്. ഞാനും ചെറുപ്പത്തിൽ ഒരിടയ്ക്ക് എനിക്ക് ആർക്കിടെക്ചറെ പറ്റി ഞാൻ കേട്ടായിരുന്നു. ബട്ട് എനിക്ക് അന്ന് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. ബട്ട് ചെറുപ്പത്തിൽ തന്നെ ഞാൻ അത്യാവശ്യം നല്ലോണമൊക്കെ വരയ്ക്കുമായിരുന്നു. അപ്പോൾ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫീൽഡിൽ തന്നെ വേണമെന്ന് എനിക്ക് ഉണ്ടായി. പിന്നെ ഞാൻ ഫൈൻ ആർട്സിലൊക്കെ പോയാൽ വരെ ഞാൻ ആലോചിച്ചായിരുന്നു. ബട്ട് അച്ഛനമ്മയും അതിന് ഇച്ചിരി എതിരായിരുന്നു. പിന്നെ ഒരു 11th ആയിരുന്നപ്പോൾ തിങ്ക് തന്നെ ഞങ്ങളുടെ സ്കൂളിൽ വന്നായിരുന്നു ഒരു വർക്ക്ഷോപ്പിന്. അപ്പോഴാണ് ഞാൻ ഡിസൈനെ പറ്റിയൊക്കെ അറിഞ്ഞിട്ട് ഞാൻ പിന്നെ ഡിസൈൻ മതി എന്നാണ് ആക്ച്വലി വിചാരിച്ചത്. 12th ഞാൻ NID എക്സാം വരെ എഴുതി ബാംഗ്ലൂരൊക്കെ പോയതാണ്. പിന്നെയാണ് ഞാൻ തിരിച്ചും BRക്ക് തന്നെ നോക്കിയാലോ എന്ന് ആലോചിച്ച് ഞാൻ പെട്ടെന്ന് പോയി JEEയുടെ പേപ്പർ 2 എഴുതി. ഞാൻ വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ തന്നെ എനിക്ക് 86% കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇതിൽ എഫേർട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ മേ ബി ദിസ് ഇസ് ദി കോഴ്സ് ദാറ്റ്സ് മെന്റ് ഫോർ മീ എന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ കൂടുതൽ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മാത്സും ഫിസിക്സ് ഒക്കെ പഠിക്കണ പോലെ അത്രയും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. ഇത് ഇച്ചിരി കൂടി എളുപ്പത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റണ പോലെ തോന്നി. സോ ഐ ന്യൂ ദിസ് വാസ് ദി ചോയ്സ് ദാറ്റ് ഐ ഷുഡ് മേക്ക്. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തിങ്കിലേക്ക് വിളിച്ചു, അഡ്മിഷൻ എടുത്തു, പിന്നെ കോച്ചിങ് തുടങ്ങി. സോ എനിക്കും ആക്ച്വലി അങ്ങനെ തന്നെ ആയിരുന്നു. അത് എന്താ, ഞാൻ 10th മുന്നേ വരെയും ഞാൻ ഡിസൈൻ ഫീൽഡിലേക്ക് പോകുന്ന തന്നെ ഉണ്ടായില്ല. വരയ്ക്കുമായിരുന്നു, ഓക്കെ, പാരൻസ് അത് സപ്പോർട്ട് ചെയ്യുമായിരുന്നു, കളേഴ്സൊക്കെ മേടിച്ചു തരും, അത്രേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ ക്ലാസ്സിലിരുന്ന് ബോൾ അടിക്കുമ്പോൾ ഒക്കെ നല്ലപോലെ വരയ്ക്കുമായിരുന്നു. അല്ലാതെ ഈ ഒരു ഫീൽഡിലേക്ക് എൻ്റെ കരിയർ തിരിയുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ 10th അങ്ങനെ അത് വന്നപ്പോഴാണ് പിന്നെ
12th അറിഞ്ഞത്. 12th അറിഞ്ഞത് ആക്ച്വലി JBR ഉണ്ടെന്ന്. അങ്ങനെ ആക്ച്വലി നാറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യായിരുന്നു. അപ്പോൾ പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായില്ല. ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ ഒരു 10 day നാറ്റ കോച്ചിങ് എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പോയി എഴുതിയപ്പോൾ 93% എങ്ങാണ്ട് വന്നു. അപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. അപ്പോൾ പിന്നെ അതിൽ കുറച്ചുകൂടി കഴിവുണ്ടോ അപ്പോഴാണ് റിയലൈസ് ചെയ്തത്. അപ്പോൾ കുറച്ചുകൂടി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പിന്നെ റെഗുലർ ആയിട്ട് വരാൻ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ. സോ നിങ്ങൾ ഇത് ആണ് പ്ലാൻ എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയാണ് തിങ്കിലേക്ക് വന്നത്? തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂളിൽ വന്നപ്പോഴാണ് ഞാൻ തിങ്ക് എന്ന് കേൾക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ആക്ച്വലി മറ്റേ വീക്കെൻഡ് ബാച്ചിലുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു തിങ്ക് അത്യാവശ്യം നല്ലതാണ്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ബട്ട് അച്ഛനും അമ്മയും ആദ്യം എന്നെ വിട്ടില്ല, സ്കൂളിൽ തന്നെ ഫോക്കസ് ചെയ്താൽ മതി. എനിക്കാണെങ്കിൽ ഓരോ വർഷമാകുമ്പോൾ ഇങ്ങനെ ഡിസിഷനൊക്കെ മാറും. അപ്പോൾ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയി എക്സാം എഴുതിയിട്ട് പിന്നെയാണ് ഞാൻ ഫിക്സ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ തിങ്കിൻ്റെ കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോൾ പിന്നെ വേറെ ആൾക്കാരൊക്കെ ഒപ്പീനിയൻ അനുസരിച്ചാണ് ഞാൻ പിന്നെ തിങ്കിൽ തന്നെ മതി, ഇവിടെ വന്ന് പഠിക്കാം. ഇവിടെ റിസൾട്ട് ഞാൻ കണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തൊക്കെ, അത്യാവശ്യം നല്ല റിസൾട്ട് ആയിരുന്നല്ലോ. സോ അങ്ങനെയാണ് ഞാൻ തിങ്കിലെത്തിയത്. പക്ഷെ എനിക്ക് തിങ്കിനെ പറ്റി അങ്ങനെ അറിയത്തൊന്നുമില്ല. ഇൻസ്റ്റഗ്രാമിലാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത്. ഇങ്ങനെ സ്റ്റോറീസും റീൽസൊക്കെ കണ്ട് അതിൽ കുറച്ച് ഇമ്പ്രസ്ഡ് ആയി. അപ്പോൾ പിന്നെ എന്തായാലും +2 വരെ സയൻസും അതും ഇതൊക്കെ പഠിച്ച് എന്തെങ്കിലും ആർട്ട് പരമായി എന്തെങ്കിലും ചെയ്യാവുന്നൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇത് തിങ്കിനെ പറ്റി വീട്ടിൽ ഇത് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും കൺവിൻസ്ഡ് ആയി. വീട്ടിലങ്ങനെ പ്രഷറൈസ്ഡ് ഒന്നും ഇല്ലായിരുന്നു, ഇന്നതിന് പോകണം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എനിക്കിഷ്ടമുള്ള എന്താണോ അതിന് വിടാൻ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. എന്താണേലും ഓക്കെ ആണെന്നുള്ള രീതിയായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു 1 year എനിക്ക് പോകണം. അപ്പം ഇവിടെ തന്നെ ജോയിൻ ചെയ്തു തിങ്കിൽ. എന്നെ ജോയിൻ ചെയ്തു. നിഹാൻ? ഞാനല്ല ആക്ച്വലി ഇത് ഞാൻ അറിഞ്ഞതല്ല. എൻ്റെ പാരൻസ് ഇതിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതായത് എനിക്കിഷ്ടമുള്ള ഫീൽഡ് തന്നെ പോകണം എന്നായിരുന്നു അവരുടെ നിർബന്ധമായിരുന്നു. അത് എനിക്ക് എന്താ താല്പര്യം അത് തന്നെ പോകണം. അപ്പോൾ അവർ തന്നെയാണ് എന്നെ കരിയർ ഗൈഡൻസിന് കൊണ്ടുപോയിട്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. അപ്പോൾ എൻ്റെ ഉമ്മച്ചിയാണ് വിളിച്ച് ചോദിച്ചതും എൻ്റെ കസിൻ ബ്രദറിൻ്റെ ഫ്രണ്ട് മെഹബിൻ അവിടെ പറഞ്ഞു തന്നതാണ് തിങ്ക്. അപ്പോൾ ഉമ്മച്ചി മെഹബിനെ വിളിച്ച് ചോദിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് അന്നത്തെ ദിവസമാണ് ഞാൻ തിങ്കിനെ പറ്റി അറിയണത് തന്നെ, വന്ന് അഡ്മിഷൻ എടുക്കുന്ന ദിവസം തന്നെ. അപ്പോൾ ഫുൾ എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഓക്കെ. തിങ്കിൽ നിങ്ങൾ വേറെ എൻജോയ് ചെയ്ത മൊമെന്റ്സ്, അതായത് ഇപ്പം കുറേ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ അവിടെ എക്സ്ട്രാ ഉണ്ടായിരുന്നല്ലോ, അപ്പം അതിനെയൊക്കെ പറ്റി എന്താണ് പറയാനുള്ളത്? ഓണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് ഓണത്തിന് സദ്യ ഉണ്ടായിരുന്നു. അത് ഭയങ്കര വലിയ സദ്യയായിരുന്നു, നല്ല രസമായിരുന്നു. എല്ലാവരും കൂടിയിരുന്ന് കഴിക്കാൻ നല്ല രസമായിരുന്നു. കുറേ പേരൊന്ന് പാടി ഡാൻസ് കളിച്ചു, അങ്ങനെയൊക്കെ നല്ല നല്ല രസമായിരുന്നു അതൊക്കെ. അതിങ്ങനെ ഈ ഒരു പ്രഷറിൻ്റെ ഒക്കെ ഇടയിൽ വലിയ പ്രഷറൊന്നും ഉണ്ടായില്ല, നമുക്ക് അസൈൻമെൻറ്റ്സിൻ്റെ പ്രഷർ ഉണ്ടായിരുന്നു ഓണത്തിൻ്റെ ടൈമിലൊക്കെ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സെലിബ്രേഷൻ വന്നപ്പോൾ നമുക്ക് ഭയങ്കര റിലീഫൊക്കെ ആയിരുന്നു. പിന്നെ വലിയ പ്രഷർ ഉണ്ടായിരുന്നില്ല തിങ്കിൽ വെച്ച് നോക്കുമ്പോൾ. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വെച്ച് നോക്കുമ്പോൾ തിങ്കിൽ പ്രഷർ ഇല്ല ആക്ച്വലി. പക്ഷെ എൻജോയ്മെന്റും എല്ലാം കൂടെ ഒരുമിച്ച് ഭയങ്കര കൂളായിട്ടായിരുന്നു. ഭയങ്കര കൂളായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ക്രിയേറ്റീവ് ആവാനായിട്ട് നമ്മൾ പ്രഷർ ഇരുന്ന് പഠിച്ചിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ. അപ്പം അതായിരിക്കും ചിലപ്പോൾ ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തത് അതാ. ഓക്കെ. ഫിദ? അത് നമ്മൾ സ്കൂളിലുള്ള ഓണത്തിനേക്കാളും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്ക് സ്കൂളിലുള്ള സെലിബ്രേഷൻസിനേക്കാളും കുറച്ചും കൂടെ ഇവിടുത്തെ തിങ്ക് ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക്. അപ്പം ഓണം എന്ന് പറയുമ്പോഴും അവിടെ ഇൻസ്റ്റാളേഷൻസും നമ്മൾ ഭയങ്കര വണ്ടർ അടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു ഫുള്ള്. നിങ്ങളെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ ഫുൾ നമ്മൾ ആർട്ട് റിലേറ്റഡ് ആൾക്കാരായിട്ടല്ലോ മിങ്കിൾ ചെയ്യുന്നെല്ലാം. സോ എല്ലാവരും ഭയങ്കര ക്രിയേറ്റീവ് ആയിരുന്നു, കുറച്ചുകൂടെ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ആൾക്കാരായിട്ട്. വോളില് പെയിന്റിങ് അതെല്ലാം പിന്നെ ഇങ്ങനെ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഓണം, നല്ല രസമായിരുന്നു. അവർ യൂഷ്വലി ഇങ്ങനെ സ്കൂളിലൊക്കെ കാണുന്ന സെയിം പരിപാടികൾ, നമ്മുടെ സെയിം മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർ. പിന്നെ ഹാലോവീൻ ഒന്നും സാധാരണ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നില്ലല്ലോ. ബട്ട് ഹാലോവീൻ നമുക്ക് ആർട്ട് സ്റ്റുഡൻസിന് അതൊരു ഇതാണല്ലോ, ഒരു അവസരമാണല്ലോ, ക്രിയേറ്റിവിറ്റി അൺലീഷ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ഹാലോവീൻ തന്നെ നല്ല അടിപൊളിയായിരുന്നു. ഓരോരുത്തരൊക്കെ കോസ്റ്റ്യൂമിലൊക്കെ വന്നു, ഫാഷൻ പിള്ളേർക്കൊക്കെ അതാണല്ലോ അവർക്ക് ഷൈൻ ചെയ്യാനുള്ള മൊമെന്റ്. കുറെ ഡിസൈൻ ചെയ്തു, അങ്ങനെ ഇറ്റ് വാസ് വെരി നൈസ്. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നോ ഹാലോവീൻ? ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു കോസ്റ്റ്യൂം. അത് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് വിട്ടിട്ട് പോയതാ, പോസ്റ്റ് ആക്കിയിട്ട് പോയതാ. ഞങ്ങള് ഡുവോ ആയിട്ട് പോകാനായിരുന്നു പ്ലാൻ, മെൻ ഇൻ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് വേറെ ഒരാൾക്കും സെയിം ഇതായിരുന്നു, അയാൾ ഇട്ട സെയിം കോസ്റ്റ്യൂം തന്നെ വേറെ ആൾ ഇട്ടു. അങ്ങനെ വന്നപ്പോൾ പിന്നെ അവസാനം ഞങ്ങൾ രണ്ടും പോയി ആ ഡുവോ ആയിട്ട് വന്നു. സോ ലൈക്ക് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയും കണക്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഈ സെലിബ്രേഷൻസിനെല്ലാം എല്ലാവരും ഒരേപോലെ, ഈവൻ ഫാക്കൽറ്റീസും എല്ലാവരും നല്ല യൂണിറ്റിയും നല്ല ആൾക്കാരായിരുന്നു.
ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആർക്കിടെക്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ബിൽഡിങ്സ് ഒക്കെ കാണുമല്ലോ, അതിനെപ്പറ്റി പറയാമോ? എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിക്കുന്ന ജാർക്ക് ഏഞ്ചൽസ് ഇല്ലേ, ഉം. ആള് ഈ എന്താ ബിൽഡിംഗ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ മൗണ്ടൻ ഡ്വെല്ലിംഗ് അതൊക്കെ ഉണ്ടായില്ല. അതെന്തോ ഭയങ്കര ഇന്നോവേറ്റീവ് ആണ് എല്ലാം കൊണ്ടും. അതിപ്പോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നെങ്കിലും ഭയങ്കര ഹൈടെക് ആയിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയേക്കുന്നത്. പിന്നെ വേറെ സംഭവം വെച്ച് കഴിഞ്ഞാല് ജാർക്ക് ഏഞ്ചൽസ് ആക്ച്വലി ഇപ്പോഴത്തെ ഒരു ആർക്കിടെക്ട് ആണ്. ഓ നമ്മള് പഠിച്ചേക്കുന്ന നമ്മള് ഫീച്ചർ ചെയ്തേക്കുന്ന ആർക്കിടെക്ട്സ് ഫുള്ള് എന്താ പണ്ട് ആ, തൊട്ട് പണ്ടത്തെ വരുന്നവരാ. ഉള്ളത്. അവർക്ക് വലിയ കോമ്പറ്റീഷൻ ഇല്ല. പക്ഷേ ജാർക്ക് ഏഞ്ചൽസ് ഇപ്പൊ വന്നല്ലേ, ഇപ്പൊ ഓ. വന്നേന്നല്ല, ആളിപ്പോഴും ഇപ്പോഴും ആ ഒരു എന്താ പറയാ ആ ഒരു നെയിം ആൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിന് നല്ല എഫേർട്ട് വേണ്ടി വരില്ലേ. അതും ആ പണ്ടത്തെ ആർക്കിടെക്ട്സ് ഒക്കെ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിരുന്നു. അവരൊക്കെ ഫസ്റ്റ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ അതീന്ന് അവരെ എന്താ പറയാ ഓവർകം ചെയ്ത് തന്നെ വരണ്ടേ. എനിക്കത് നഹാനും പറ്റുമോ അതൊക്കെ? അപ്പൊ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. എനിക്ക് അന്റോണിയോ ഗൗഡി വെച്ചാൽ അത് പുള്ളിയുടെ സഗ്രാഡ ഫാമിലി എന്ന് പറഞ്ഞ ബിൽഡിങ്, അതിനുള്ളിലുള്ള ഇന്റീരിയറും ഭയങ്കര വേറുള്ള ആൾക്കാരിൽ നിന്നും കുറച്ചും കൂടെ ഭയങ്കര ഭയങ്കര കുറെ inspiration ആയിരുന്നു. നാളെടുത്തില്ല ബിൽഡിംഗ്. ആ, കുറെ കംപ്ലീറ്റ് ആണ്. കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. കംപ്ലീറ്റ് ആയിട്ടില്ല. യുണീക്ക് ആണെന്ന് പറയാനുള്ള കാരണം എന്താണ് അതിനകത്തെ യുണീക്ക് ഫാക്ടർ? യുണീക്ക് ഫാക്ടർ എന്ന് പറയുമ്പം നാച്ചുറൽ ഉള്ള സാധനത്തിനെ ഡെപ്പിക്ട് ചെയ്ത് ഉള്ളിൽ ഇപ്പം ട്രീസിന്റെ എന്താണ് അതിന്റെ മരം പോലെയുള്ള തൂണുകൾ, അതിനുള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന പല മുകളിലുള്ള വോള്, സീലിംഗ്, വോള്, അങ്ങനത്തെ ഒക്കെ ഭയങ്കര യുണീക്ക് ആൻഡ് ഡിഫറെന്റ് ആണ്. ഫുള്ള് ടിന്റഡ് വിൻഡോസ് ആണ് അതിന്റെ ഉള്ളത്. അപ്പൊ അതിന്റെ ഉള്ളിൽ കയറുമ്പോ തന്നെ ഭയങ്കര സൺലൈറ്റ് വരുമ്പോ ഇതിലോട്ട് വരുന്നത് ഭയങ്കര ഭയങ്കര എനർജിയാ. അതായത് നമുക്കൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ബിൽഡിംഗ് ആണ്. പിന്നെന്താ അതില് ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ഇപ്പൊ ഗാർഗോയിൽസ് അങ്ങനത്തെ ഒക്കെ അയാളുടെ എല്ലാം ഒരു എന്താ പറയാ മറ്റുള്ള ബിൽഡിങ്സിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഡിസ്റ്റിങ് ആയിട്ട് നിൽക്കുന്നതാണ്. അതെ. ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇത് അയാളുടെ ആണെന്ന്. അതെ. സ്റ്റൈല് ഭയങ്കര ഭയങ്കര ഒരുപാട് ബിൽഡിങ്സ് ചെയ്തിട്ടില്ലെങ്കിലും ഭയങ്കര ചെയ്തതെല്ലാം വളരെ യുണീക്ക് യുണീക്ക് ആണ്. ഒരു യുണീക്ക് സ്റ്റൈൽ തന്നെ ആൾക്കുണ്ട്. അത് വേറെ ആർക്കും അത് ഡിപ്പിക്ട് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു. ചിലപ്പോ ആ യുണീക്നെസ് ആൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഇല്ലാത്തൊരു ടൈപ്പ് സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് സാഹിദാണ്. ഇപ്പൊ നമ്മൾ ആർക്കിടെക്ട്സ് എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മൾ മെയിൽ ആർക്കിടെക്ട്സിനെ പറ്റിയല്ലേ കേൾക്കാറ്. അതായത് ഒരു ഫീമെയിൽ ആകുമ്പോൾ അതൊരു ആസ് എ ഗേൾ നമുക്കത് ഭയങ്കര ഇൻഫ്ലുവൻസിങ് ആയിരിക്കുമല്ലോ. ആൻഡ് പുള്ളിക്കാരുടെ ഓരോരോ ബിൽഡിങ്സും. പിന്നെ എന്നെ എൻ്റെ വൺ ഓഫ് ഫേവറേറ്റ് ആർക്കിടെക്ചർ സ്റ്റൈലാണ് ഓർഗാനിക്. അതിൽ അത്യാവശ്യം മുന്നോട്ട് നിങ്ങളുടെ ഫ്രാങ്ക് ലോയ്ഡ് റൈറ്റ്സ് ആണ്. എനിക്ക് തോന്നുന്നു ഇതിലൊക്കെ ആദ്യമായിട്ട് വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ സെർച്ച് ചെയ്തായിരുന്നു ഫേമസ് ബിൽഡിങ്സോ അങ്ങനെ എന്തോ ചെയ്തപ്പോ ആദ്യം വന്നത് മറ്റേ ഫോളിംഗ് വാട്ടർ അതാ വന്നേ. അപ്പൊ ഞാൻ അത് കണ്ടപ്പോ തന്നെ എന്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു, ഞാനും വലുതായിട്ട് ഇതുപോലത്തെ കുറെ ബിൽഡിങ്സ് വെക്കണം, എന്റെ വീട് ഇതുപോലെ ആയിരിക്കും, ഓരോ നാട്ടിലും ഓരോ വീട് ഉണ്ടാവും, ഇവിടെ ഈ സ്റ്റൈൽ ഒരു വീട്. കാരണം പല സ്റ്റൈലും എനിക്ക് ഇഷ്ടമായിരുന്നു. ഗോത്തിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇങ്ങനെ ഞാൻ ആലോചിക്കുമായിരുന്നു ഫ്രാൻസിൽ പോയിട്ട് എനിക്കൊരു ഗോത്തിക് സ്റ്റൈൽ ഒരു വീട് വെക്കണം, കേരളത്തിൽ വന്നിട്ട് ഇവിടെ 4-8 വീട് വെക്കണം, അങ്ങനെ റിച്ച് ആയിരിക്കും, അത് എറിച്ചായിരിക്കും അത്ര പൈസ സക്സസ്ഫുൾ ആണെന്ന് നമ്മൾ തീരുമാനിച്ചത്. റീൽസിലൊക്കെ കാണും ഈ പാലസ് ഒക്കെ വാങ്ങിയിട്ട് അതിനെ റിനോവേറ്റ് ചെയ്ത് കണ്ടിട്ടില്ലേ. സോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യണം ചെയ്യാൻ പ്ലാൻ ഉണ്ട്. വലിയൊരു സംഭവം ആവും നിങ്ങൾ. അതെ. ഉറപ്പായിട്ടും ആകട്ടെ എന്തായാലും. ഓക്കെ, പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസ്, പിന്നെ ഇവിടെ സ്റ്റാഫ് കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും, നിങ്ങളെ ക്ലാസ്സിലൊക്കെ പിടിച്ചെപ്പോഴും കയറ്റുന്നവര്, പിന്നെ ബ്രാഞ്ച് ഹെഡ് ഉണ്ടാവും. മാം നല്ല രസമായിരുന്നു ആക്ച്വലി. മാം ഉള്ളത് കൊണ്ട് നമുക്ക് എന്താ ബോറടി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടില്ല. എന്താ പറയാ, മാം ഭയങ്കര നമ്മളിൽ ഭയങ്കര ഇൻവെസ്റ്റഡ് ആണ്. നമ്മളിപ്പോ ഓരോരുത്തരോടും എന്താ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉണ്ടാവും. അതെ, നമ്മളിപ്പോ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഇത് അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ നാളെ ഓക്കെ 5 മണി വരെ ഇരുന്നോളൂ കേട്ടോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുകയും ചെയ്യും. മാം ആയതുകൊണ്ട് നമ്മളിങ്ങനെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് മാമിന്. അതുപോലെ തന്നെ കൃഷ്ണജ മാമും. കൃഷ്ണജ മാം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെന്താ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. ചീത്ത പറഞ്ഞും നല്ലതും പറഞ്ഞും എല്ലാം കൊണ്ടും. ആദ്യം പേടിയായിരുന്നു ആക്ച്വലി. അതെനിക്കും അതെ ഒരു പേടിയായിരുന്നു. സംസാരിക്കാൻ ഭയങ്കര സീരിയസ് ക്യാരക്ടറാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. ബട്ട് മിങ്കിളായി കഴിയുമ്പോൾ ഭയങ്കര ബസ്സിനെ ചുമ്മാ ഇങ്ങനെ വിളിച്ചു, ദർശനം കൊട്ടേ ഉള്ളിലേക്ക് വിളിച്ചു. ഞാൻ അപ്പൊ ശരിക്കും പേടിച്ചു, എന്തിനും പറ്റുമോ എന്തിനാ. എന്നിട്ടാണ് ഇങ്ങനെ മിസ് പറഞ്ഞ, മിസ് എനിക്ക് നല്ല കഴിവുണ്ട്, ഞാൻ ഇനി ഫോക്കസ് ചെയ്യണം, എന്നെ കൊണ്ട് പറ്റും, ഇതുപോലെ ഇന്റർവ്യൂലൊക്കെ വന്നിരിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് മിസ്സാണ് എന്നെ നല്ലോണം മോട്ടിവേറ്റ് ചെയ്തത്. തൗസീൻ മിസ്സും അതെ, ജിനേഷ് സാറും എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു ഞങ്ങൾക്ക്. ആദ്യമൊക്കെ ആ ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ലൈക്ക് ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു അവരും നമുക്കും. ഇപ്പൊ കൃഷ്ണ മാമിനാണ് ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് തിങ്കില് വന്നിട്ട്.
നമ്മൾ അറ്റൻഡ് ചെയ്ത ഫാക്കൽറ്റി മിസ്സായിരുന്നു. അപ്പോൾ മാം ഞാൻ ഓൾറെഡി തൃശ്ശൂർ തിങ്കിലുണ്ടായിരുന്നു ഈ ക്രാഷ് കോഴ്സിനായിട്ട് ജോയിൻ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പരിചയമുണ്ട്. അപ്പോൾ മാം പറഞ്ഞു റെഗുലറായിട്ട് വരികയല്ലേ, SPA ഡൽഹി തന്നെ കിട്ടണം കേട്ടോ, അങ്ങനെയൊക്കെ ഫസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത് മാമാണ്. അപ്പം അങ്ങനെ മാമിൻ്റെ അടുത്ത് നിന്നിട്ട് കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞപ്പോൾ മാം അത് പറഞ്ഞു. നമ്മൾ ഭയങ്കര സന്തോഷമായി, അത് തന്നെ ചൂസ് ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട്. അതെ. അത് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ SPA ഡൽഹിക്ക് പോകുമെന്ന്. കാരണം വീട്ടിൽ നിന്ന് ആദ്യമേ പറഞ്ഞിരുന്നു നോർത്തിലോട്ട് ഇല്ല, നോർത്തിലോട്ട് നോക്കണ്ട, നാറ്റ് എഴുതിയോ ജെയ് എഴുതിയോ NET കാലിക്കറ്റ് എന്താന്ന് വെച്ചാൽ ചെയ്തോ. അപ്പൊ പിന്നെ നമുക്ക് എനിക്ക് ജെയ് തന്നെയാണ് ഞാൻ ഫോക്കസ് ചെയ്തോണ്ടിരുന്നതും. അപ്പം എൻ്റെ മുന്നിലുള്ള ഓപ്ഷൻ NET കാലിക്കറ്റ്, അതിൽ കയറി പറ്റുക എന്നുള്ളൊരു മാത്രമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ജെയ്യുടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് വരെ നോ നോർത്ത് അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കൺവിൻസ്ഡ് ആയി. സെക്കൻഡ് ഓപ്ഷൻ SPA ഡൽഹി വെച്ചോ എന്നായി. അത് കഴിഞ്ഞിട്ട് ഈ ഇടയ്ക്ക് നമ്മൾ പുറത്ത് പോയപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു, നെഹാനുണ്ട്, ഗായത്രി ഉണ്ട്, ഫ്രണ്ട്സ് ഉള്ള ആൾക്കാർക്ക് ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഡൽഹി പോയാലോ എന്ന് ചോദിച്ചപ്പം പോയിക്കോന്നായി. അപ്പം ആകെപ്പാടെ ഞെട്ടിപ്പോയി. പ്രതീക്ഷിക്കാതെ ചോദിച്ചത്. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ലാതായി പോയി. അത് ഭയങ്കര എന്താ, ഡൽഹി പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ ഓർത്തില്ല. വെച്ചാ വീട്ടിൽ നിന്ന് വിടാത്തതിന് മെയിൻ കാരണം സേഫ്റ്റി അങ്ങനത്തെയൊക്കെയാണ്. പിന്നെ ഇപ്പം കൺവിൻസ്ഡ് ആയിക്കുന്ന ഇവരൊക്കെ ഉണ്ട്. പിന്നെ പപ്പിയുടെ ബ്രദർ ഓൾറെഡി ഡൽഹിയിലുണ്ട്. അതൊക്കെ കൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് എഫേർട്ട് ഇട്ട് Yes. നേടിയെടുത്താണ്. നേടിയെടുത്തപ്പോൾ ഡെഫിനറ്റ്ലി പിന്നെ സമ്മതിക്കും. എന്നോട് ഇങ്ങനെ ഈ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ തന്നെ അച്ഛൻ ആദ്യത്തെ ദിവസം തന്നെ പറയും NET കാലിക്കറ്റ് ഇങ്ങനെ നാമം ജപിക്കണ പോലെ എപ്പോഴും പറയും കിട്ടത്തില്ല, അത് കിട്ടാൻ ചാൻസ് ഇല്ല, എന്താണ് നല്ല റാങ്ക് ഒക്കെ കിട്ടുന്നവർക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ കഴിഞ്ഞ വർഷത്തിൽ നോക്കിയപ്പോൾ ആകെ മുസമിൽ എന്ന് പറഞ്ഞ ആ ചേട്ടന് മാത്രമേ എറണാകുളത്ത് നിന്ന് പോയിട്ടുള്ളൂ. അപ്പൊ ഞാൻ അയാളാവത്തില്ല, എന്തായാലും കിട്ടാൻ വഴിയില്ല. പിന്നെ ഇങ്ങനെ എക്സാമിന് ഇതൊക്കെ വരുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ആദ്യത്തെ 5 റാങ്കിലൊക്കെ വരുമായിരുന്നു. അത് കാണുമ്പോൾ എനിക്ക് പിന്നെ പേടിയായിരുന്നു, ഈ യഥാർത്ഥ എക്സാമിന് വരുമ്പോൾ ഞാൻ താഴെ പോവോ. പിന്നെ വീട്ടുകാർ ഇങ്ങനെ പറയും നിനക്ക് NET കാലിക്കറ്റ് കിട്ടും കിട്ടും കിട്ടും. പിന്നെ അവസരം കിട്ടിയപ്പോൾ എനിക്ക് തന്നെ അതൊരു വലിയ ഷോക്കായിരുന്നു. അതിനൊക്കെ മെയിൻ റീസൺ തിങ്കിലെ ഫാക്കൽറ്റി തന്നെയാണ്, അവരുടെ കോൺസ്റ്റന്റ് സപ്പോർട്ടും എല്ലാം. അതൊക്കെ തന്നെ നേടി. അപ്പോൾ എനിക്ക് ആക്ച്വലി ഫസ്റ്റ് ഞാനിതിന് വന്നത് ഡൽഹിയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് തന്നെയായിരുന്നു. പക്ഷെ പിന്നെയാണ് NITസിനെ പറ്റി അറിയണത് തന്നെ. ഐ മീൻ അവിടെ ഇത് ഭയങ്കര നല്ലതാണ്. ഞാനിപ്പോൾ കരിയർ ഗൈഡൻസിന് പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇന്ത്യയിൽ തന്നെ 3 സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചർ ഉണ്ട്, അവിടെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഫോക്കസ് അങ്ങോട്ടായിരുന്നു, ഡൽഹി തന്നെയായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം NITനെ പറ്റി അറിഞ്ഞു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എല്ലാം നല്ലത്, NIRF 3rd റാങ്ക് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് ഫോക്കസ് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് എക്സാം റിസൾട്ടൊക്കെ വന്നിട്ട് ശേഷം ഓക്കെ കാലിക്കറ്റ് കിട്ടുന്നായി. ബട്ട് പിന്നെന്താ, 5 വർഷം നമ്മൾ പോകണമല്ലോ. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്ത് പോവാണ്ട് ഓക്കെ ഡൽഹി അവിടെ ഉണ്ട്, എനിക്കത് കിട്ടുമായിരുന്നു, അപ്പോൾ പിന്നെ ഹാപ്പി ആയിരിക്കണമല്ലോ. വിചാരിച്ച് ഡൽഹി തന്നെ ചൂസ് ചെയ്തു. പാരൻസിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അവർ പേടിയുണ്ട്, പ്രത്യേകിച്ച് എൻ്റെ ഉമ്മച്ചിക്ക് നല്ല പേടിയുണ്ട്. പിന്നെ കൃഷ്ണ മാമൊക്കെ വിളിച്ച് അത് ഓക്കെ ആക്കി കൊടുത്തു. മാം ഇങ്ങനെ കുറേ പറഞ്ഞു, അവിടെ കുറേ പേരുണ്ട്, നമ്മൾ തിങ്കിങ് തന്നെ ഒരുപാട് പേരുണ്ട്. മാം വിളിച്ചോടുകൂടി ആകെ കൺവിൻസ്ഡ് ആയി. അപ്പോൾ എല്ലാവരും ഓക്കെയാണ്. അത് മാത്രമല്ല നമുക്ക് കൃഷ്ണജ മാം സീനിയേഴ്സിന്റെ നമ്പറും തന്നു. അപ്പൊ അതുവഴി നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. അങ്ങനെ എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പൊ അവിടുത്തെ സീനിയറുമായിട്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ ഫുൾ നമുക്ക് ഒരു ഇതും ഇല്ലാണ്ട് തന്നെ എല്ലാം കംപ്ലീറ്റ്ലി ഒരു ട്രൂത്ത് കൺസേൺ അതെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. വളരെ സപ്പോർട്ടീവ് ഭയങ്കര ആയിരുന്നു. supportive കോണ്ടാക്ട് ചെയ്യണ ആണ്. എല്ലാവരും ഇങ്ങോട്ട് കുറെ പറഞ്ഞു തരും, അതെ. അവരുണ്ടാക്കിയ മിസ്റ്റേക്സും ശരിക്കും എവറിത്തിങ്. അതിനെപ്പറ്റി എന്താ പോസിറ്റീവ് മാത്രമല്ലാതെ റിയൽ ട്രൂത്ത് നമുക്ക് പറഞ്ഞു തരും. ശരി. പിന്നെ വീട്ടിൽ ഉമ്മയും ഇന്നലെ സംസാരിച്ചു. അങ്ങനെ ഭയങ്കര എന്താണ് എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഹാപ്പിയാണ് അതെ, ഇപ്പൊ സാറ്റിസ്ഫൈ ആയി. ഓക്കെ. സോ അവിടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഒരു അൺഫോർഗറ്റബിൾ മെമ്മറി എന്തെങ്കിലും പറയാനായിട്ട് ഉണ്ടോ? തിങ്കില് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഓർമ്മയുണ്ട്. പറഞ്ഞോ. ഞങ്ങൾ ആക്ച്വൽ റൂംമേറ്റ്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഹിൽ പാലസിലല്ലേ, ഹിൽ പാലസിൽ നമ്മൾ ലൈവ് സ്കെച്ചിങ്ങിന് കൊണ്ടുപോയതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു പ്രോജക്റ്റ് വന്നു. അതായത് ഒരു ചാർട്ടിൽ നമ്മൾ അവിടെ കണ്ട 5 ബിൽഡിങ്സ് വരച്ച് ഫീച്ചർ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇത് ലേറ്റ് ആയിട്ട് തുടങ്ങിയത്. അപ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ട ദിവസത്തിന്റെ തലേ ദിവസം 6 മണിക്ക് എങ്ങാണ്ട് നമ്മൾ ഇരുന്നു അല്ലേ. തുടങ്ങി. ഇരുന്നിട്ട് പിറ്റേ ദിവസം 7 മണി 8 മണിക്കാണ് നമ്മുടെ അത് കഴിഞ്ഞത്.
അതുവരെ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയിട്ടില്ല, ഒന്നും അന്നാണ് നമ്മൾ ചെയ്തിട്ടില്ല. ഓർക്കുന്നത് BRക്കിന് നമ്മൾ ഇങ്ങനെ തന്നെ Commitment. ഇനി ഒരു 5 വർഷം ഇത് തന്നെ ഇതായിരിക്കുമല്ലോ എന്ന് ആലോചിക്കുന്നു. എന്നാലും അപ്പോഴും എന്റെ ഇൻട്രസ്റ്റ് പോയൊന്നുമില്ല, ഇല്ലല്ലോ. ഇല്ല. നമ്മള് എന്താ മടുത്ത് ചെയ്യുവല്ല, ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുക. ചെയ്തായിരുന്നത് അപ്പോൾ. നിങ്ങള് വില്ലിംഗ്ലി ആണല്ലോ അത്രയും ആ. സമയം ഇരുന്നത്. എന്നിട്ട് നമ്മള് ഈ എന്താ ഈ 8 മണിക്ക് കഴിഞ്ഞിട്ട് നമുക്ക് 10 മണിക്ക് ക്ലാസ്സിൽ കയറണമല്ലോ. 10 മണിക്ക് ക്ലാസ് ഉണ്ട്, ഒരു 9 മണി വരെ ഇന്ന് ചെയ്തെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ഓർത്തുന്നു ഒരു അരമണിക്കൂർ കിടക്കാം. നമ്മൾ രണ്ടും കയറി കിടന്നു. പിന്നെ മിസ് വിളിക്കുമ്പോഴാണ് എണീക്കുന്നത്. അപ്പൊ പറഞ്ഞ് ക്ലാസ്സിൽ വരുന്നില്ലേന്ന് ചോദിച്ച് ഭയങ്കരമായിട്ട് നമ്മളെ ചീത്ത പറഞ്ഞ്, എന്നിട്ടാണെങ്കിൽ ഇപ്പൊ വന്നേ പറ്റുള്ളൂന്നായി. നമ്മളൊന്ന് പ്രാഗി പോയി. നമുക്ക് ഭയങ്കര എന്താ വിഷമമായി, ആ. പല്ലൊക്കെ തലയൊക്കെ എടുത്തിട്ട് പാടിണ്ടായില്ല. എന്നിട്ട് അവസാനം പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ അവിടെ ചെന്നിട്ടും ചീത്ത പറഞ്ഞു. എന്നിട്ട് ചോദിക്കുക ഈ എന്താ നാളെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കിടന്നുറങ്ങും. കിടന്നുറങ്ങും. അതിൽ പിന്നെ നമ്മ ക്ലാസ് Class ചെയ്തിട്ടില്ല, എല്ലാ ദിവസവും നേരത്തെ എണീക്കും. അങ്ങനെ ഒരു പരിപാടി അങ്ങനെ പിന്നെ ഉണ്ടായിട്ടില്ല. ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും. നിർത്തി പരിപാടി, അപ്പൊ ക്ലാസ്. അത് തന്നെയായിരുന്നു അപ്പോൾ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതായിരുന്നു. ദർശന എനിക്ക് അങ്ങനെ അൺഫർഗറ്റബിൾ എന്ന് ചോദിച്ചാൽ ഹിൽ പാലസിൽ പോയി തന്നെ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അവിടെ പോയി ഇരുന്ന് ലൈക്ക് ഫ്രണ്ട്സിനോട് ആയിരുന്നു ബിൽഡിംഗ് ഒക്കെ പോയി നിൽക്കുക. പിന്നെ അവിടെ നിന്ന് പോയി ഞങ്ങൾ കുറെ തമാശ പറഞ്ഞ് പിന്നെ നമുക്ക് നിമിയ മിസ് നടത്തിയൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു പെയിന്റിങ്ങിന്റെ, ലാസ്റ്റ് സപ്പറിന്റെ പെയിന്റിങ്. അതിനകത്തുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. അത് രാവിലെ തൊട്ട് തുടങ്ങി വൈകുന്നേരം വരെ അത് ഭയങ്കര നമ്മൾ ഇഷ്ടത്തോടെ നിന്ന് 6 മണിക്കൂറെങ്ങാണ്ട് നമ്മ അത്ര എല്ലാരും കണ്ടിന്യൂസ്ലി ഒരുമിച്ച് നിന്ന് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്ത് കോംപ്ലിമെന്ററി കളേഴ്സ് തന്ന് അത് നമ്മൾ പെയിന്റ് ചെയ്തു. വലിയ ബോർഡായിരുന്നു, നമ്മളെല്ലാരും കൂടി നിന്ന് ചെയ്തു. അത് അടിപൊളി. ലാസ്റ്റ് സപ്പർ എന്തോ ആയിരുന്നില്ല. ഓ മറ്റേ ആ മോളില് ആ ഡിഫറെന്റ് അത് കളർ തന്നെ. മണി അത് വെച്ചിട്ട് നമ്മുടെ ചെയ്തത്. ക്ലാസ്സിലായിരുന്നു ചെയ്തത്. ഞാൻ അന്ന് തന്നെ ആബ്സെന്റ് ആവേണ്ടി വന്നു. പിന്നെ നമുക്ക് ആർക്ക് അവയർനെസ്സിനാണെങ്കിൽ ഇങ്ങനെ പ്രസന്റേഷൻസ് നടത്തും. ഓയോ. അതായത് ഗ്രൂപ്പ് വൈസ് ആണെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ട് ഇങ്ങനെ നമുക്ക് ഓരോ ടോപ്പിക് എന്നിട്ട് അപ്പൊ തന്നെ നമ്മൾ റിസർച്ച് ചെയ്തിട്ട് പോയി ഇന്ന് ക്ലാസ് എടുക്കുന്ന പോലെ On the പറയാം. സ്പോട്ടില് ആ, തന്നിട്ട് yeah. ചെയ്യാനായിട്ടുള്ള. അങ്ങനെ ഉണ്ടായിരുന്നു. ക്ലാസ് ഇപ്പൊ പാർട്സ് ഓഫ് ബിൽഡിംഗ് ആണെങ്കിൽ മിസ് പ്രസന്റേഷനിൽ കുറച്ച് പാർട്സ് ഓഫ് ബിൽഡിംഗ് പഠിപ്പിച്ചു തരും. അത് കഴിഞ്ഞ് കുറച്ച് മിസ് ഞാൻ ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുക്കും, അല്ലെങ്കിൽ ഓരോ ടീമിന് കൊടുത്തിട്ട് അവരത് റിസർച്ച് ചെയ്ത് വന്നിട്ട് പ്രസന്റ് ചെയ്തിട്ട് ക്ലാസ്സിനെ പഠിപ്പിക്കണ പോലെ പറയാം. അതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് നല്ലതായിരുന്നു. ആയിരുന്നു. ബിക്കോസ് അത് അത്രയും നേരം നമ്മൾ പ്രസന്റേഷൻ മാത്രം നോക്കി ഇങ്ങനെ മിസ് ഇത് പറയും, ഓക്കെ മിസ്സിന്റേതായ കാര്യങ്ങൾ പറയുന്നുണ്ട്, നമ്മ അത്ര നേരം അത് പറഞ്ഞിട്ടും പിന്നെ സ്റ്റുഡൻസ് കയറി ഇന്ററാക്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഒരു ശ്രദ്ധിക്കും. സ്റ്റേജ് പെട്ടെന്ന്. ഫിയർ പോലെ നല്ല രസാ. സംഭവം ആ, കുറച്ച് അതെ. കുറയും. സ്റ്റേജ് ഫിയർ ഒക്കെ പറയും. സ്റ്റേജ് ഫിയർ ഒക്കെ കുറഞ്ഞു. ക്ലാസ്സിന് മുമ്പിൽ തന്നെ ഒരുപാട് അങ്ങനെ പറഞ്ഞു. പറയുമ്പോ ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഐ കാൻ ഡു ദിസ് അങ്ങനെയുള്ളൊരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് അതായത് ഞാൻ വന്നിട്ട് ഞാൻ ഇതുവരെ മോക്ക് എക്സാംസ് പോലും എഴുതിയിട്ടില്ല JD ഒന്നിൻ്റെയും. അപ്പം ആദ്യത്തെ എക്സാം എഴുതി അത് കഴിഞ്ഞിട്ടുള്ള ഓരോ സെക്ഷൻ കഴിയുമ്പോഴും പിന്നെ ഇതെന്താ ഒന്നും നടക്കുന്നില്ല, ഒന്നും പഠിക്കാനും പറ്റുന്നില്ല, മനസ്സിലാവുന്നില്ല, ഫുൾ സ്ട്രെസ്ഡായി, വിഷമായി. എന്നിട്ട് അവസാനം പിന്നെ ഇപ്പം ഉണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ ഭയങ്കര എന്താ മോട്ടിവേറ്റിംഗ് ആയിരുന്നു. അപ്പം നമ്മളിങ്ങനെ പുഷ് ചെയ്ത് വീട്ടിലാണെങ്കിൽ എനിക്കങ്ങനെ പ്രഷറൊന്നും ഇല്ലായിരുന്നു. എന്താ ഒന്നാമത്തെ കാര്യം, എന്നോട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കൂല. സ്വന്തമായിട്ട് തോന്നിയാലേ പഠിക്കത്തുള്ളൂ. അതറിയാവുന്നതുകൊണ്ടായിരിക്കണം, ഇങ്ങനെ പ്രഷറൈസിങ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെ നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്യുക, അറ്റ്ലീസ്റ്റ് റിഗ്രറ്റ് അടിക്കാതിരിക്കുക. എന്തായാലും വന്നു, നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നല്ല, ജസ്റ്റ് ചെയ്തു നോക്കുക എന്നുള്ള രീതിയിലായി. പിന്നെ ആ സമയത്തൊക്കെ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മള് റൂംമേറ്റ്സ് ആയിരുന്നു. അപ്പൊ നമ്മള് വിഷമം വരുമ്പോ താലി പോയി ബിരിയാണി നമ്മൾ അങ്ങനെ ട്രാൻസ്ഫർ ആണ് അത്. നല്ല ഫുഡ് കഴിക്കും. ഇപ്പൊ മനസ്സ് കാമാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിഷമം വന്നോണ്ടേയിരിക്കും. പിന്നെ നമ്മൾ ചെയ്തോണ്ടിരുന്ന ക്ലാസ് കഴിഞ്ഞിട്ട് അസൈൻമെന്റ് ലുലു മാളിൽ പോകും. ലുലു മാളില് ഫുഡ് കോർട്ടിൽ പോയിട്ട് മുകളിൽ പോയിരുന്നിട്ട് അവിടെ AC ആണല്ലോ, താഴേന്ന് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോകും, മുകളിൽ ഇരുന്ന് വൈകുന്നേരം വിഷമം മാറ്റിക്കൊണ്ട് വർക്ക് പക്ഷെ അത് നല്ലതായിരുന്നു, കാരണം നമ്മൾ കുറെ നേരം അങ്ങനെ ഇരിക്കും. കറക്റ്റ് ഒരു സ്പോട്ടിലും ആയിരുന്നല്ലേ നിങ്ങൾ അതെ, അവിടെ? നമ്മൾ തൊട്ടിപ്പുറത്ത് ലുലുവിൽ പോവായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ. അതാവുമ്പോ എന്താ ഇങ്ങനെ പ്രഷറായിട്ട് പഠിക്കണ്ട, നല്ല ഫ്രീ ആയിട്ടിരുന്ന് ഓൾറെഡി പ്രഷർ ഇല്ല എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ളവരൊക്കെ എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമായിട്ട്, ഇവിടെ അങ്ങനെ സംഭവം ഇല്ല. ഇത് നമുക്ക് എല്ലാം അലൗഡ് ആണ്, എന്നാലും നമ്മൾ പഠിക്കുന്നുണ്ട്. ഫ്രീഡത്തോടു കൂടി നിങ്ങളെ പഠിക്കാനായിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ പഠിക്കും. പിന്നെ എൻ്റെ അച്ഛൻ പറയായിരുന്നു ഒരു കോട്ട് ഉണ്ട്, എന്താ വെൻ വേ ഗെറ്റ്സ് ടഫ് ടഫ് ഗെറ്റ്സ് ഗോയിങ് എന്ന് പറയായിരുന്നു. അത് അപ്പൊന്നും എനിക്ക് തോന്നിയില്ലെങ്കിലും ഇപ്പൊ ഐ റിയലൈസ് ദാറ്റ് നമ്മൾ ആ ഒരു അത്രയും ഡിഫിക്കൽട്ടീസ് ഒക്കെ വരുമ്പോൾ നമ്മൾ വി ഷുഡ് ഫേസ് ഇറ്റ് ആൻഡ് അറ്റ് ലാസ്റ്റ് നമുക്ക് ആ സക്സസ് കിട്ടും. അപ്പോൾ അങ്ങനെ എനിക്കും അതെ അങ്ങനത്തെ ഒരു ഐ കാൺ ഡു ദിസ് എന്നൊരു മൊമെന്റ് ഉണ്ടായിരിക്കുന്നത് മാത്സിലാണ്. ആർക്ക് അവയർനെസ് ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എനിക്ക്.
ക്ലാസ്സിലൊക്കെ ഞാൻ ഇതുവരെ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടിരുന്നിട്ടില്ല. അപ്പോൾ സ്കൂളിലായിക്കോട്ടെ +1 +2 ഒന്നും ഇത് മാത്രമായിരുന്നു എനിക്കിഷ്ടം. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്കും മാത്സ് തന്നെയായിരുന്നു വീക്ക്. പക്ഷെ നമ്മൾ അജൽ സാറാണെങ്കിലും മാത്സ് മൊത്തത്തിൽ കിളി പോയിരിക്കുവാണെങ്കിലും എത്ര തവണ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഒന്ന് പറഞ്ഞു തരുമായിരുന്നു. പക്ഷെ എത്ര Doubts ആൾക്കാര് explain ചെയ്ത് തരും. ഡൗട്ട്സ് ചോദിക്കും. അപ്പൊ നമ്മൾ എത്ര ചോദിച്ചാലും സാർ വന്ന് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. പിന്നെ മാത്സ് ഒരുപാട് ചാപ്റ്റേഴ്സ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. നമുക്ക് അറ്റ്ലീസ്റ്റ് കിട്ടുമെന്ന് ഉറപ്പുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഭയങ്കര തറവായിട്ട് പഠിച്ചു. ഒരുപാട് മാത്സിന് ഫോക്കസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ആപ്റ്റിറ്റ്യൂഡും ഡ്രോയിങ്ങിനും നല്ല സ്കോർ കിട്ടിയാൽ തന്നെ മൊത്തത്തിൽ കയറും. പിന്നെ മാത്സ് നോക്കാണ്ടിരിക്കുന്നില്ലെന്ന് പറയില്ല, കാരണം അതും വേണം, അത് നോക്കണം, അല്ലെങ്കിൽ മൊത്തത്തിലുള്ളത് പോകും. അതെ. കാരണം മാത്സ് അറിയുന്ന കുറെ പേരുണ്ടാവുമല്ലോ, അവര് ഡ്രോയിങ്ങിന് മറ്റേ അടിപൊളിയാണെങ്കിൽ പിന്നെ നമുക്ക് അതെ. അവരായിട്ട് കോമ്പറ്റ് എനിക്ക് ചെയ്യാൻ ആക്ച്വലി ദർശന മാത്സ് ടഫാന്ന് പറയുമ്പോ എനിക്ക് ആക്ച്വലി അത് എന്താ പോലെ, ബിക്കോസ് നമ്മുടെ ക്ലാസ്സിൽ ദർശനായിരുന്നു മാത്സിന് Yes. ഏറ്റവും top ആയിട്ട് ഉണ്ടായിരുന്നു. ഭയങ്കര മുട്ടായി ഇങ്ങനെ വാരിക്കൊണ്ടിരുന്ന ദർശനം. നമ്മളിങ്ങനെ വായുമ്പോൾ സൈഡിലിരിക്കും. അപ്പൊ എന്റെ കോൺഫിഡൻസ് ഒക്കെ അപ്പോഴേ പോയി. അയ്യോ, ഞാൻ ഞാൻ അറിഞ്ഞില്ല പോയി. കേട്ടോ. Because ദർശനം അങ്ങനെ ഇട്ടല്ല കേട്ടോ. എന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും കിട്ടണില്ല. അപ്പൊ കിട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്താ ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ദർശൻ ഇത് മാത്സ് ഇതെന്ന് പറയുമ്പോള് Compare ചെയ്ത് ഞാനൊന്നും demotivated ആവേണ്ട അതെ. ആവശ്യമില്ല. അത് കമ്പാരിസൺ ഞാൻ ഫസ്റ്റ് ചെയ്തിരുന്നു. ഞാനും ബിക്കോസ് ചെയ്തു. എന്താ നമ്മളെ കൂടെ ബീഡ സാർ ഇരിക്കുമായിരുന്നു. ഉം. അപ്പൊ അവരില് ഓ, കുറച്ച് ആൾക്കാര് ഭയങ്കര ടാലന്റഡ് ആയിരുന്നു. നമ്മളിങ്ങനെ ഒരു 10-20 മിനിറ്റ് എടുത്ത് വരയ്ക്കുന്ന സംഭവം അവര് 2 മിനിറ്റിനുള്ളിൽ വരച്ചൊക്കെ തീർത്ത് നമ്മളെക്കാൾ ഒരുപാട് ബെറ്റർ ആയിട്ട് അവര് വരയ്ക്കും. ഒരു ദിവസം മറ്റേ പിന്നെ വിഷ്ണു അത് സാർ ഒരു മാറ്റി. എന്തൊരു മറ്റേ സിനാരിയോ സീൻ സ്റ്റഡി ഒരു മറ്റേ എലിയോ എലിനെ അല്ലല്ലോ. ഒരു കൊച്ച് അങ്ങനത്തെ എന്തോ ഒരു ഉണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെ ആലോചിച്ചിട്ട് എനിക്കൊന്നും വരയ്ക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ ഞാൻ ബീഡസിൽ ഒരു നോക്കിയപ്പോ 5 മിനിറ്റിനുള്ളിൽ നല്ല അതെ. അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എന്റെ ഇതൊക്കെ പോയി. ഞാൻ നമ്മളിത് ഒരു ബിഡസിനെയും ബിആർക്കിനെയും ഒരുമിച്ച് ഇരുത്തിയായിരുന്നു. ആ ടൈമില് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണ്. കാരണം ഇവർക്ക് ഓൾറെഡി നന്നായിട്ട് അറിയാം. അപ്പൊ അറിയാം. നമുക്കിങ്ങനെ Yeah. പറഞ്ഞു തരും, ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം, ചെയ്യണം, അങ്ങനെ ഇങ്ങനെ ചെയ്യണം, ചെയ്യണം. ഇങ്ങനെ വരച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആ. തോന്നും ചെയ്യണം. നമുക്ക് അവരുടെ mostly refer ചെയ്യുമ്പോ focused തന്നെ ആണല്ലോ. നമുക്ക് കുറച്ചും കൂടെ കിട്ടും വരയ്ക്കാനൊക്കെ. ഓക്കെ, നിങ്ങൾ എക്സാമിന് പോയപ്പോൾ ഉള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? എക്സാം ഹാളിൽ പോയപ്പം അതിന്റെ തലേ ദിവസം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാമോ? എനിക്കത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി. നമ്മള് എൻ്റെ എക്സാം സെന്റർ ഭയങ്കര വലുതായിരുന്നു. അതായത് അത് 5 നിലയുണ്ടായിരുന്നു. അപ്പോൾ 5th ഫ്ലോറിൽ പോയിട്ട് വേണം നമ്മൾ സ്ക്രീനിങ്ങിന് ചെയ്യാൻ. അപ്പൊ സ്റ്റെപ്പ് കയറി അല്ലെങ്കിൽ ഒരു വഴിയാവും. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെയും സ്റ്റെപ്പ് ഇറങ്ങി പിന്നെയും ലാബ് നോക്കി അങ്ങനെ ചെയ്യണം. നമ്മളല്ലെങ്കിൽ ഈ എക്സാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കൈ ഒരു വഴിയാവും. കാരണം നമ്മൾ ഈ ടൈം വെച്ചിട്ടാണല്ലോ 2 ക്വസ്റ്റ്യൻസ് വരച്ചെടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ കാലും കൂടി. അപ്പോൾ ഭയങ്കര ടയേർഡാവും. പിറ്റേ ദിവസമൊക്കെ ഭയങ്കര ഉറക്കവും അതൊക്കെ ആയിരിക്കും. അത് മാത്രമല്ല നമ്മളിങ്ങനെ അവിടെ പോയിരിക്കുമ്പോൾ എന്താ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ. നമുക്ക് ആക്ച്വലി അവർ വരയ്ക്കുന്ന കാണാൻ പറ്റും. അവർ ചെയ്യുന്നൊന്നും കാണാൻ പറ്റില്ലെങ്കിൽ വരയ്ക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ടൈം ജി അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിരുന്നവർ നല്ലപോലെ വരയ്ക്കണവരായിരുന്നു. അതായത് അവര് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം ജസ്റ്റ് ഒന്ന് നോക്കിയുള്ളൂ. എൻ്റെ കോൺഫിഡൻസ് ഫുള്ള് പോയി. എന്താ ഇനി വരയ്ക്കാൻ പറ്റില്ല അങ്ങനെ ഒരു രീതിയിലായി. എന്നാ അപ്പുറത്ത് നോക്കിയാൽ അത് കണ്ട് പഠിച്ചാൽ മതിയായിരുന്നു. എന്നാ ഇപ്പുറത്തും നോക്കി അതും പോയി. നമുക്ക് ആദ്യത്തെ ഒരു കഥകളി എന്തോ ആയിരുന്നില്ലേ? അത് നമുക്ക് ഫസ്റ്റ് വൺ കഥകളിയായിരുന്നു. സ്ക്രോൾ ചെയ്യാനും പറ്റില്ല, ലൈക് ഫുൾ ഇമേജ് ആയിട്ട് കാണാനും പറ്റില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കും, സ്ക്രോൾ ചെയ്യും വരയ്ക്കും. അയ്യോ അത് ഭയങ്കര പ്രശ്നമായിരുന്നു. മൾട്ടി ടാസ്കിംഗ് പോലെ കാരണം നമുക്ക് ഇങ്ങനെ സാധാരണ നമ്മൾ ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫുൾ സ്ക്രീനിൽ ഞങ്ങൾ അങ്ങനെയല്ല പഠിപ്പിച്ചത്. പടം കണ്ടു കഴിഞ്ഞിട്ട് അതനുസരിച്ച് നോക്കി തല ഇവിടെ ഇതിവിടെ. ഇതങ്ങനെ ഒരു ടൈമിൽ തന്നെ ഫുള്ള് കാണാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ആദ്യം കുറച്ച് മുകളിൽ വരികയും പിന്നെ താഴത്ത് വരികയും പിന്നെ മുകളിൽ വരികയും അങ്ങനെ കഥകളിന്റെ ഈ ഭാഗം ഇങ്ങനെ മേലേക്ക് കാണാം, ഈ ഭാഗം അടിയിക്കാം, അങ്ങനെ കണ്ടിരുന്നത് ഒരുമാതിരി ആയിരുന്നു അത്. കുറെ നേരം ഡ്രോയിങ് തന്നെ പോയി. ഞാൻ പിന്നെ ആദ്യം മാത്സ് ഞാൻ ആദ്യം നോക്കിയില്ല, കാരണം എനിക്കറിയാം നോക്കിയാൽ തന്നെ ഫുൾ എക്സാമിന്റെ മൂടെ പോകും. അപ്പൊ ഞാൻ ആദ്യം ആപ്റ്റിറ്റ്യൂഡിലേക്ക് പോയി. ആപ്റ്റിറ്റ്യൂഡ് എനിക്ക് ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് ഓർഡറാണ് വരുന്നത്. അപ്പൊ എനിക്ക് ആദ്യം വന്ന ക്വസ്റ്റ്യൻസ് തന്നെ നല്ല ബുദ്ധിമുട്ടുള്ള ഇതുവരെ കേൾക്കാത്ത എന്തൊക്കെയോ ആക്കിയായിരുന്നു ആദ്യം. പിന്നെ അങ്ങ് അത്യാവശ്യം എളുപ്പമായി, എനിക്കിത് പറ്റുന്നുണ്ട് എന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ഡ്രോയിങ്ങിലേക്ക് പോയി. ഡ്രോയിങ് ഉണ്ട്, കഥകളി കണ്ടപ്പോ തന്നെ അതെ എന്റെ അത് പോയി. പോയി. ബിക്കോസ് എനിക്ക് ഉണ്ടാക്കി വരയ്ക്കാൻ പിന്നെയും പറ്റും. ഞാൻ റെൻഡറിങ്ങിൽ ഭയങ്കര വീക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു തോട്ട്. അങ്ങനെയായിരുന്നു. ബിക്കോസ് ഞാൻ പോർട്രേറ്റ്സ് ചെയ്യില്ല, അങ്ങനത്തെ ഒരു രീതിയിൽ ഞാൻ കളേഴ്സ് ഒന്നും ഒട്ടും യൂസ് ചെയ്യാത്ത ആളാണ്. അപ്പൊ എന്താ കഥകളിയുടെ ആ ഒരു പോർട്രേറ്റ് കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷെ പിന്നെന്താ കഥകളീൻ്റെ ഒരു സ്ട്രെയിറ്റ് പോർട്രേറ്റ് ആയിരുന്നു. അപ്പൊ നമ്മ അങ്ങനെ ക്വാർട്ടർ ചെയ്ത് വരച്ച് അങ്ങനെ ഒരു ക്വാഡ്രന്റ് വരച്ച് അങ്ങനെ വരച്ചെടുത്തെ. അപ്പോൾ പക്ഷെ ചെയ്യാൻ പറ്റി, എന്തോ ഭാഗത്തിന് ചെയ്യാൻ പറ്റി. പറഞ്ഞ പോലെ ഞാനെന്താ
ഈ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാൻ നിന്നില്ല നല്ലപോലെ. അതായത് ഈ ക്വസ്റ്റ്യൻ ടഫാണ്, ഇതെനിക്ക് പറ്റില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ നിന്നില്ല. ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അവിടെ 3 മണിക്കൂർ ഞാൻ അത് തന്നെ ആലോചിച്ചിരിക്കുള്ളൂ. അപ്പൊ എന്താ, വന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് അവസാനം കഴിയണവരെ കഴിഞ്ഞു, ഇത്രേ ഉണ്ടായുള്ളൂ. ഈ ക്വസ്റ്റ്യൻ എനിക്ക് പറ്റില്ല, അയ്യോ ഇത് വേണ്ട, ആലോചിക്കിരുന്ന നിന്നില്ല. ഫ്ലോയിൽ അങ്ങനെ പോയി. ചെയ്തു. മാത്സ് ആയാലും, മാത്സ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് അറ്റൻഡ് ചെയ്ത മാത്സ് തന്നെയാണ്. ബിക്കോസ് മാത്സ് ഞാൻ കുറച്ച് അറ്റൻഡ് ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പൊ എന്താ, അത് കുറച്ച് അറ്റൻഡ് ചെയ്തിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാല് ബാക്കി സുഖമായിട്ട് ചെയ്യാലോ. മാത്സ് കിട്ടിയില്ല, കിട്ടിയില്ല, ഇതെന്തോ അറിയാം, അതെ, എടുത്തില്ല പോട്ടെ. ഇതെന്തൊക്കെ അറിയാലോ, എന്നാ ഒരെണ്ണം കുത്തി, ഓക്കെ, ഇങ്ങനൊക്കെ മാത്സ് പോയെ. പക്ഷെ എന്നാലും മാത്സ് അറിയുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്ത് അപ്പൊ തന്നെ വേഗം ചെയ്യും മാത്സ്. തെറ്റിയാലും തെറ്റില്ലെങ്കിലും പോട്ടെ. ബിക്കോസ് ആപ്റ്റിറ്റ്യൂഡും ഡ്രോയിങ് ആണല്ലോ, എനിക്ക് പേഴ്സണലി ഞാൻ ഫോക്കസ് കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നത് അത് രണ്ടുമാണ്. അങ്ങനെ തന്നെ പോയി, വലിയ പ്രശ്നം ഉണ്ടായില്ല. ഇതാ ഫസ്റ്റ് സെഷൻ എനിക്ക് അധികം എനിക്ക് 96% ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെന്ന് പറഞ്ഞാൽ ഞാൻ ജാനുവരി ആയപ്പം വീട്ടിലേക്ക് പഠിക്കാനാന്ന് പറഞ്ഞു പോയതാ. ബട്ട് എനിക്ക് കുറച്ച് അസുഖങ്ങൾ കാരണം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പം എക്സാമിൻ്റെ ഒരു 1 വീക്ക്, ഒരു 5 ദിവസം മുമ്പാണ് ഞാൻ ഡിസ്ചാർജ് ആയി വരണേ. അപ്പം കാര്യമായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. നേരിട്ട് പോയി ഒരു കോൺഫിഡൻസിൽ പോയി, ഇത്രയും നാളും പഠിച്ച ഒരു കോൺഫിഡൻസിൽ പോയി എഴുതുക എന്നേ ഉണ്ടായിരുന്നുള്ളൂ. മാത്സ് ഒന്നും ഞാൻ അത്ര ഇതാക്കി നോക്കിയില്ല. ആപ്റ്റിറ്റ്യൂഡും അതുപോലെ പഠിച്ചിട്ടില്ല. ഡ്രോയിങ് ആണ് പിന്നെ ആകെയുള്ള കുറച്ച് സംഭവം എന്ന് പറയാൻ. ഡ്രോയിങ് നന്നായിട്ട് ചെയ്തിരുന്നു ആദ്യത്തെ സെക്ഷനിൽ. അത് വരച്ച് അവസാനം കൈ മരവിച്ച് പോയിട്ട് ഇത് തട്ടിയിട്ടും നമ്മളെ കൈ എന്താ എണീക്കുന്നില്ല. പറയാ, ഒരുമാതിരിയാവും. ഞാനിങ്ങനെ ഇങ്ങനെയാണ് എക്സാം ഹാളിൽ നിന്ന് വന്നത് തന്നെ. എന്നിട്ട് ഉമ്മച്ചി കൈ പിടിച്ച് "അയ്യോ, അനക്കത്തില്ല. പോയാ?" പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് കാരണം കൈ ഫുള്ള് കറുത്തിരിക്കും. നമ്മളിങ്ങനെ അതും കൂടി കാണുമ്പോ ഇത് വല്ലാത്തൊരു അവസ്ഥയാട്ടോ. എഫേർട്ട് ഇട്ടത് അതെ, ഓർത്തായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും ഭാഗ്യത്തിന് അവിടെ ആളില്ല, ഇവിടെ ആളില്ല, നടുക്ക് ഭാഗ്യത്തിന് ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ എനിക്കുണ്ടായിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് എനിക്ക് ഫസ്റ്റ് സെക്ഷൻ കുറച്ച് ടഫായിരുന്നു. ഞാൻ റിവേഴ്സ് ചെയ്തിട്ടില്ല മര്യാദയ്ക്ക്. മാത്സും അതുപോലെ തന്നെ. അപ്പം എനിക്ക് ഫസ്റ്റ് സെഷൻ അത്യാവശ്യം നല്ല ടഫായിരുന്നു. സെക്കൻഡ് സെഷനിലോട്ട് വന്നപ്പം ഞാൻ ഫസ്റ്റ് സെഷനിൽ ഉണ്ടാക്കി വെച്ച നോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെക്കൻഡ് സെഷനായപ്പോൾ നല്ല ഉപകാരപ്പെട്ടു. പക്ഷേ നല്ല പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടി. ഒരുപാട് പ്രിപ്പയർ ചെയ്തു. മാത്സും അതുപോലെ തന്നെ ചെയ്ത് മാത്സ് അധികം പേടിയായിരുന്നു ചെയ്യാൻ. കിട്ടുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡൗട്ടും. പിന്നെ സെക്കൻഡ് സെഷൻ ആയിപ്പോൾ കഴിഞ്ഞപ്പം എന്തായാലും ജസ്റ്റ് ചെയ്ത് നോക്കാം, എന്താവും നോക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ചെയ്ത് ഓക്കെ ആയി. ഡ്രോയിങ്ങും അതുപോലെ തന്നെ ഇതായി. ടെൻഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് സെക്ഷനിൽ കേറുന്ന വരെ ഭയങ്കര കൂളായിരുന്നു. കേറിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര നെർവസായി, ടെൻഷനായി. എന്താ കുത്തിയതല്ല, ഓപ്ഷൻ വേണ്ടതല്ല കുത്തിയിരുന്നത്, അങ്ങനെ മൊത്തം. ഞാൻ ആൻസർ കീ നോക്കുമ്പോൾ ഞാൻ ഇതാണല്ലോ ചെയ്തത്, പക്ഷെ വന്നത് ഇതാണല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് പോയി. അത് കഴിഞ്ഞ് സെക്കൻഡ് സെഷൻ വന്നപ്പം അത് മൊത്തം മേക്കപ്പ് ചെയ്തു. അങ്ങനെ നന്നായിട്ട് വായിച്ച് തന്നെ ചെയ്തു. സെക്കൻഡ് സെഷൻ ആയപ്പോൾ കഴിഞ്ഞപ്പം എനിക്ക് കേറിക്കഴിഞ്ഞപ്പോൾ ഒട്ടും പേടിയില്ലാണ്ടായി, ഭയങ്കര കൂളായി, നന്നായിട്ട് ചെയ്യാൻ പറ്റി സെക്കൻഡ് ആയപ്പോൾ. ആദ്യത്തിൽ കുറച്ച് പേടിച്ചായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ടെൻഷൻ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അവിടെ ഞാൻ കയറി ചെന്നു. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം കുറെ എഴുതി ശീലമായതുകൊണ്ട് അറ്റ്മോസ്ഫിയറിനോട് എനിക്ക് അത്രയും പുതുമൊന്നും തോന്നിയില്ല. അവിടെ ചെന്നു ഇരുന്നു. ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ കയറ്റില്ല. അപ്പൊ ഞാൻ സ്ക്രീനിൽ ടൈമറൊക്കെ കാണുമ്പോൾ ഞാൻ ആ സമയമൊക്കെ കിടന്ന് ഇറങ്ങായിരുന്നു. എന്നിട്ട് ഇൻവിജിലേറ്റർ ഒക്കെ ഒന്ന് വിളിച്ചിട്ട് ഇനീറ്റേക്കുന്നൊക്കെ പറയും. എക്സാം എഴുതണ്ടേ എന്നിട്ട് ഇങ്ങനെ ടോയ്ലറ്റിലൊക്കെ പോവും. അങ്ങനെയൊക്കെ വന്നു. പിന്നെ എക്സാം തുടങ്ങിയപ്പോൾ എനിക്കൊരു ഇതുണ്ടായി, ഇതാണ് ദ റിയൽ മൊമെന്റ്, ഇപ്പൊ ഞാൻ ശരിക്കും നല്ലോണം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. ഞാൻ ആപ്റ്റിറ്റ്യൂഡൊക്കെ കുറച്ച് ചെയ്ത് ഞാൻ ഡ്രോയിങ്ങിലേക്ക് പോയി. ഡ്രോയിങ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഞാൻ കുറെ സമയം എടുക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ മറ്റേ കഥകളി, രണ്ടാമത്തത് എന്തോ സീൻ ഡ്രോയിങ് എന്തോ ആയിരുന്നില്ലേ? അല്ല, കോമ്പോസിഷൻ, പടം. 3D കോമ്പോസിഷൻ, മറ്റേ ഫയർ ക്രാക്കേഴ്സിന്റെ എന്തോ. അപ്പൊ കഥകളിയിൽ തന്നെ ഞാൻ 1 മണിക്കൂർ എന്തോ സ്പെൻഡ് ചെയ്തു. എനിക്കാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ വരച്ചു തുടങ്ങിയ ഡീറ്റെയിലേക്ക് അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും ഞാൻ. അപ്പം അതൊക്കെ ചെയ്ത് മൊത്തം കൈയൊക്കെ മൊത്തം ഗ്രാഫൈറ്റ് ആയി. ഞാൻ പിന്നെ ഇതിന്റെ കൈ എഴുതാൻ പോയി. അത് കണ്ടപ്പോ അവര് പിന്നെയും വിളിച്ച് എന്നെ കൊണ്ടുപോയി മറ്റേ ബയോമെട്രിക്സ് വീണ്ടും ചെയ്യിപ്പിച്ച്. അപ്പൊ പിന്നെ എനിക്ക് ഒത്തിരി പേടിയായി, സമയം കുറെ പോകുന്നു. പക്ഷെ അത് പെട്ടെന്നൊക്കെ കഴിഞ്ഞു. പിന്നെ വന്നിട്ട് മറ്റേ ഫയർ ക്രാക്കറിന്റെ ക്വസ്റ്റ്യൻ ചെയ്തു. അത് ഞാൻ അത്യാവശ്യം എമ്പായിട്ടാ ചെയ്തേ. സമയം അധികം ഉണ്ടായില്ല, കാരണം ഞാൻ മാത്സ് അപ്പൊ നോക്കിയിട്ടുണ്ടായില്ല. അപ്പൊ ഞാൻ അതൊക്കെ എന്തോ ചെയ്തിട്ട് പെട്ടെന്ന് മാത്സ് പോയി, മാത്സ് ഒക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ ബി പ്ലാനും കൂടി എഴുതിയായിരുന്നു. അപ്പൊ ഈ ആർക്കിടെക്ചറൽ ആപ്റ്റിറ്റ്യൂഡ് കഴിഞ്ഞ് നേരെ ബി പ്ലാനിലേക്കാണ്. ഞാനത് മാറിയെന്ന് റിയലൈസ് ചെയ്തില്ല. ഞാൻ ഈ ആപ്റ്റിറ്റ്യൂഡ് ചെയ്ത് കഴിഞ്ഞപ്പോ കുറെ നേരം ക്വസ്റ്റ്യൻസ് വന്നോണ്ടിരിക്കുക. പിന്നെ റിയലൈസ് ബി പ്ലാൻ ഞാൻ ചെയ്തോണ്ടിരുന്നത്. അത് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. ഞാൻ 2-3 ആയപ്പോ ഞാൻ ആലോചിച്ചിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരണേ. അപ്പോഴാണ് മനസ്സിലായി ഇത് പഠിക്കാത്ത സാധനമാണ്, മറ്റേ ബി പ്ലാൻ ആണ്.
കൂളായിട്ട് പോയി കഴിഞ്ഞാൽ പറ്റും. എൻ്റെ ഒരു ഫ്രണ്ടിന് ഫസ്റ്റ് എക്സാം ഭയങ്കര പേടിയോടെ പോയി എഴുതിയിട്ട് എന്തോ 80s എന്തോ ആയിരുന്നു. രണ്ടാമത്തേന് ഇച്ചിരി കൂടി പറഞ്ഞു ടെൻഷൻ അടിക്കാതെ നീ ഓരോ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കി അനലൈസ് ചെയ്ത് കൂൾ മൈൻഡോടെ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നീട് ആൾക്കത് 90 അപ്പോ ആയി. എക്സാം അറ്റൻഡ് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നോ നല്ല റാങ്ക് കിട്ടും? ഇല്ല. അങ്ങനെ No, ഒട്ടും തീരെ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റില് എന്താ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ പോയി എഴുതിയത് ഇച്ചിരി ടെൻഷനിലാണ്. ബിക്കോസ് എനിക്ക് എൻ്റെ ഒരു മൈൻഡില് സെക്കൻഡ് അറ്റംപ്റ്റില് കുറെ സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് പെർസെന്റൈല് കൂടില്ല അങ്ങനെ ഫസ്റ്റ് തന്നെ രീതിയിലായിരുന്നു. വെക്കണം എന്നായിരുന്നു. ഫസ്റ്റ് തന്നെ നമ്മള് ബെസ്റ്റ് കൊടുക്കണം തന്നെയായിരുന്നു. അപ്പൊ എന്താ ആ ഒരു പ്രഷർ എൻ്റെ മൈൻഡിലുണ്ട്. എന്നിട്ട് എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എന്താ ഇത്രയും ക്വസ്റ്റ്യൻസ് വിട്ടിട്ടുണ്ട്, എല്ലാവർക്കും ടഫായിരുന്നു. അപ്പൊ ടഫ്നെസ് കൂടിയല്ലോ. അപ്പൊ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ചിലപ്പോ പേഴ്സണലി നല്ലതായിരിക്കും. പക്ഷെ അതിനുശേഷം ആൻസർ കീ ഒക്കെ വന്നില്ലേ, അപ്പൊ മനസ്സിലായി ഒന്നും ഉണ്ടാവില്ല. എന്റെ ആൻസർ കീ നോക്കിയത് ഇവളാ. ഞാനാണ് ഫിദാന്റെ നോക്കിയത്. എനിക്ക് ഭയങ്കര പേടിയാ. അതുവരെ എനിക്ക് അങ്ങനെ റിസൾട്ട് ഒന്നും അത്ര വലിയ സീൻ ഇല്ലാത്ത ആളായിരുന്നു. പക്ഷെ ഈ ജെയുടെ സെക്കൻഡ് സെഷൻ ആയപ്പോ അതിന്റെ ഒരു ആൻസർ കീ ഇറങ്ങിയതുകൊണ്ട് ഭയങ്കര പേടിയായി. ഞാൻ നോക്കാണ്ടിരിക്കായിരുന്നു. ഞാൻ പറഞ്ഞു നോക്കിയാൽ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇവള് വീഡിയോ കോൾ ഉണ്ടാക്കിക്കുന്ന ഇവള് ആൻസർ കീ ചെക്ക് ചെയ്യുന്നു. ഇവളുടെ മുഖം മാറുന്നതിന് എന്റെ മുഖവും മാറിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അവസാനം ആപ്റ്റിറ്റ്യൂഡിന് അത്യാവശ്യം നല്ല സ്കോർ ഉണ്ട്. അപ്പൊ എനിക്ക് ആപ്റ്റിറ്റ്യൂഡിന് 99 കാണുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഡ്രോയിങ്ങും മാത്സും ഉള്ളായിരുന്നു, അറിയത്തില്ലാതിരുന്നത്. ആപ്റ്റിറ്റ്യൂഡ് എന്താ ഞാൻ നന്നായി ചെയ്തിട്ടുണ്ടെന്ന് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് ആൻസർ കീ നോക്കി കഴിഞ്ഞപ്പോൾ ഇച്ചിരി കൂടി സമാധാനമായി. എനിക്ക് ഫെബിൻ സാറ് ചോദിച്ചായിരുന്നു എത്രയുണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ആപ്റ്റിറ്റ്യൂഡിൽ ഇത്ര ശരിയാണ് ഇത്ര തെറ്റാണ്. അപ്പം ഞാൻ ആ മാർക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വലിയ അടിപൊളി സ്കോർ ഒന്നും ആയിരിക്കില്ല. പിന്നെ സാർ തന്നെ പറഞ്ഞു ഡ്രോയിങ് നല്ലോണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സ്കോർ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഡ്രോയിങ്ങിന്റെ ഇതിലാണ് കയറിയത് ആദ്യത്തെ സെഷനിൽ. ഞാൻ സെക്കൻഡ് സെഷനിൽ ആക്ച്വലി ഞാനിപ്പോ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് സെഷന്റെ കാര്യം, അത് ഫസ്റ്റ് സെഷനിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല 99 കിട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ല. ബിക്കോസ് എൻ്റെ ഒരു ഇതില് 7 എണ്ണം തെറ്റിയിട്ടുണ്ട്, 3 എണ്ണം ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോവും, 80 ഒക്കെ ആയിരിക്കും എന്നൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഊഹം. പിന്നെ റിസൾട്ട് വന്നപ്പോൾ ആകെ ഞെട്ടിപ്പോയി. പിന്നെ സെക്കൻഡ് സെഷനിൽ എന്താ ഓക്കെ, ഫസ്റ്റ് സെഷനിൽ 99.58 ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോ പഠിക്കണ്ടല്ലോ, ഡൽഹി കിട്ടുമല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ കാലിക്കറ്റ് കിട്ടും കിട്ടില്ല എന്നുള്ള രീതിയിൽ നിൽക്കുക. അപ്പൊ OBC റാങ്ക് വരുമ്പോ എന്തായാലും കിട്ടുമല്ലോ എന്നൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കായിരുന്നു. പിന്നെന്താ എന്റെ വീട്ടുകാർക്ക് കുറച്ച് ഇതുണ്ടായിരുന്നു, അതായത് കുറച്ചും കൂടി ഒന്ന് മാർക്ക് കൂടണെങ്കിൽ നമുക്ക് റാങ്ക് ഒക്കെ ഉണ്ടാവുമല്ലോ. എന്റെ വീട്ടിലും അതെ, ഇങ്ങനെ ഉപ്പച്ചൊക്കെ പറയും. പറയായിരുന്നു ഇടയ്ക്കിട്ട് ഇങ്ങനെ നല്ലതായിരിക്കും, ഫോട്ടോ അതെ ഒക്കെ അതൊക്കെ നല്ലതല്ലേ. ഓൾറെഡി 99.8 ഉണ്ട്, വീണ്ടും കൂട്ടാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതെ. അത്യാഗ്രഹം കേട്ടോ. ഞാൻ ട്രൈ ചെയ്തിരുന്നു ചോദിച്ചു കഴിഞ്ഞാല് ചെയ്തിരുന്നില്ല. സത്യം പറഞ്ഞാല് അത്രയ്ക്ക് വലിയ ട്രൈ ചെയ്തിരുന്നില്ല. പക്ഷെ ഞാൻ പഠിച്ചതൊന്നും മറന്നിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ അവസാനം ലാസ്റ്റ് മൊമെന്റിൽ ഒരു 2 days എക്സാമിന്റെ 2 days ബാക്ക് നമ്മളിങ്ങനെ ബ്രഷപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഒന്നും മറന്നിട്ടുണ്ടായില്ല. അതെനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ച മെത്തേഡിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ എന്താന്ന്, ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരിക്കാം, ഒന്നും അങ്ങനെ മറന്നിട്ടുണ്ടായില്ല. അപ്പൊ ഈ എക്സാം പോയി എഴുതിയപ്പോൾ എനിക്ക് ആക്ച്വലി ഫസ്റ്റ് അറ്റംപ്റ്റിനേക്കാളും ഒരുപാട് സിമ്പിൾ ആയി തോന്നി സെക്കൻഡ് അറ്റംപ്റ്റ്. അപ്പൊ ഉറപ്പിച്ചു പേഴ്സണൽ എന്തായാലും കയറൂല, ബിക്കോസ് സിമ്പിളും ആണ്, പിന്നെ കുട്ടികളും കൂടുതലാണ്, സോ കയറില്ല എന്നുള്ള ഉറപ്പായിരുന്നു. ഞാനാണ് എന്റെ ഫ്രണ്ട്സിന്റെ എല്ലാവരുടെയും ആൻസർ കീ നോക്കിയത്, ഞാൻ എന്റെ നോക്കിയിരുന്നില്ല. കിട്ടില്ല എന്നുള്ളതുകൊണ്ട് പക്ഷെ റിസൾട്ട് വന്നപ്പോ എനിക്കുണ്ടായിരുന്നു നല്ല സ്കോർ നോക്കിയവർക്ക് ഉണ്ടായിരുന്നു. നോക്കിയവരിനേക്കാളും ഉണ്ടായിരുന്നു അല്ലേ? നോക്കിയവരെക്കാളും ഉണ്ടായിരുന്നു എനിക്ക്. എനിക്കാരെയും ഉണ്ടായില്ലല്ലോ, ഞാൻ നോക്കിയിരുന്നില്ല, എനിക്ക് കിട്ടില്ല എന്നായിരുന്നു എന്റെ ഒരു ഇത്. ഓക്കെ, നിങ്ങളുടെ എക്സാം റിസൾട്ട് വന്നപ്പോൾ, അതായത് നല്ലൊരു റാങ്ക് കിട്ടി എന്നറിഞ്ഞപ്പോൾ ഉള്ള റിയാക്ഷൻ എന്തായിരുന്നു? നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെ പലരും അറിഞ്ഞപ്പോഴത്തേക്കും അല്ലെ സെൽഫ് റിയാക്ഷൻ ഉണ്ടായിരിക്കുമല്ലോ, അതെന്തായിരുന്നു? എന്റേത് ആക്ച്വലി ഈ റിസൾട്ട് ബിടെക്കാരോട് ഇങ്ങനെ പറയും ഫെബ്രുവരി 12 തോന്നുന്നു. ഞാൻ ആ ഡേറ്റ് ഇങ്ങനെ മനസ്സിൽ വെച്ചായിരുന്നു അന്നായിരിക്കും വരിക. ബട്ട് അത് ആക്ച്വലി ബിടെക്കാർക്കായിരുന്നു. ആർക്കന്ന് പറയണ ദിവസം തന്നെ വരും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ആൻസർ കീ വന്നു കഴിഞ്ഞാൽ 2-3 ദിവസം റാൻഡംലി അങ്ങ് വന്നു. ഞാൻ ഇങ്ങനെ ചുമ്മാ ഫോൺ സ്ക്രോൾ ചെയ്യാൻ നിന്നിട്ട് ഗ്രൂപ്പിൽ തസിംസിന്റെ മെസ്സേജ് വന്നു റിസൾട്ട് വന്നു. അപ്പൊ തന്നെ എന്റെ നെഞ്ചൊക്കെ ആകെ ഇതായി. ലൈക്ക് അത്ര നാൾ എനിക്ക് വലിയ പേടി ഉണ്ടായില്ല റിസൾട്ടിനെ പറ്റി. വന്നപ്പോ എനിക്ക് നല്ല പേടിയായി. അപ്പൊ ഞാൻ അമ്മ വീട്ടിലുണ്ടായുള്ളൂ, അച്ഛനുണ്ടായില്ല. ഞാനപ്പൊ അമ്മയോടൊന്നും പറഞ്ഞില്ല, ഞാൻ തന്നെ പോയി നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യണല്ലോ, എങ്ങനെ പറയണം, മോശമാണെങ്കിൽ എങ്ങനെ പറയും, നല്ലതാണെങ്കിൽ. അപ്പൊ ഞാൻ ലാപ്ടോപ്പ് എടുത്ത് വെച്ചു. ഞാൻ പാസ്വേഡൊക്കെ മറന്നുപോയായിരുന്നു. പാസ്വേഡൊക്കെ പിന്നെ റീസെറ്റ് ചെയ്ത് എങ്ങനെയൊക്കെ വെച്ചു. അപ്പൊ ഞാൻ ലാപ്ടോപ്പ് എടുക്കാൻ നിർത്ത് ബി പ്ലാനും ബി ആർക്കും എഴുതിയിട്ടുണ്ടായി. ബി പ്ലാൻ ഞാൻ ഫോക്കസ്ഡ് ആയിരുന്നില്ല. അപ്പൊ ഞാൻ റിസൾട്ട് നോക്കാൻ നിർത്ത് ബി പ്ലാൻ ഇവിടെ, ബി ആർക്ക് ഇവിടെ ആയിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ബി പ്ലാനാ കണ്ടേ. ബി പ്ലാൻ ഞാൻ നോക്കാൻ അവിടെ 94 കണ്ടു. അപ്പൊ ഞാൻ ബി പ്ലാനാന്ന് അറിഞ്ഞില്ല, ബി ആർക്ക് വിചാരിച്ചിട്ട് 94 കുഴപ്പമില്ല, ലൈക്ക് ഓക്കെ. എനിക്ക് ഇച്ചിരി ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു.
ബട്ട് ഞാൻ ഇത്രയൊക്കെ തന്നെയായിരുന്നു പ്രതീക്ഷിച്ചത്. എന്നിട്ട് ഞാൻ ഇങ്ങനെ സൈഡിൽ നോക്കിയപ്പോൾ 99.8. ഞാൻ പിന്നെ വായിച്ചു, ഇംഗ്ലീഷിലുള്ളത് ഞാൻ വായിച്ചു. 99.87 കറക്റ്റ് അല്ലേ, ഇനി കണ്ണിന്റെ പ്രശ്നമാണോ, ഞാനും അങ്ങനത്തേതായിരുന്നു. ഓരോന്ന് ഞാൻ നോക്കും. മാത്സിന്റെ ഓരോന്നൊക്കെ മറ്റേ ആപ്റ്റിറ്റ്യൂഡിൽ കൂട്ടിയൊക്കെ നോക്കിയോ എല്ലാം? ആപ്റ്റിറ്റ്യൂഡ് 99, മറ്റൊരു 9. എനിക്ക് എന്നെ എന്തോ ആരോ പറ്റിക്കണമെന്ന് തോന്നി. ഞാൻ പിന്നെ വായിച്ചു. ഞാൻ അമ്മേനെ വിളിച്ചു, അമ്മ റിസൾട്ട് വന്ന് അമ്മയൊന്ന് നോക്കാൻ പറഞ്ഞു. അമ്മയെ നോക്കിയപ്പോ ഇതെന്താ ശരിക്കും 99.8 ആണോ? ആകെപ്പാടെ ഒരു ഇതായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയായിരുന്നു നിനക്ക് 99 ഒക്കെ കിട്ടും. അതൊന്നും കിട്ടത്തില്ല. നീയും പറയായിരുന്നു എന്നോട്. കാരണം ദർശന ക്ലാസ്സിൽ ഭയങ്കര എന്താ പെർഫോമൻസ് ഉള്ള ഒരാളായിരുന്നു. മാത്സ് ആയിക്കോട്ടെ, ഡ്രോയിങ് ആയിക്കോട്ടെ, ആപ്റ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയുള്ള ആളായിരുന്നു. എല്ലാത്തിലും അതെ, സകലകലാ വല്ലഭ. എന്നിട്ട് അപ്പൊ തന്നെ അച്ഛനൊക്കെ വിളിച്ചു, നാട്ടുകാരൊക്കെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ പിന്നെ വിളിക്കാൻ തുടങ്ങി. പിന്നെ ഒരു വലിയ മിസ്കൺസെപ്ഷൻ ഉണ്ടായത്, ഇവരൊക്കെ വിചാരിച്ചത് എനിക്ക് മറ്റേ കിട്ടിയത് എഞ്ചിനീയറിനാ കിട്ടിയത്. അപ്പൊ പിന്നെ ഒരു IIT ആയിരിക്കില്ലേ എന്ന് പറഞ്ഞു പറയാൻ തുടങ്ങി. പിന്നെ നല്ല സന്തോഷമായിരുന്നു. ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ സെക്കൻഡ് സെഷൻ വന്നപ്പോ ഞാൻ പ്രത്യേകിച്ച് ഒന്നും നോക്കിയില്ല, എനിക്ക് എന്തായാലും കിട്ടാൻ പോണില്ല. അപ്പോഴും ഞാൻ ഇങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കാൻ നേരത്താണ് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നു, റിസൾട്ട് വന്നു. അപ്പൊ വീണ്ടും നെഞ്ചടിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ പാസ്വേഡ് മറന്നുപോയി. പിന്നെ പാസ്വേഡ് ഒക്കെ ഫ്രണ്ട്സ് ഒക്കെ വിളിക്കാനും തുടങ്ങി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ 99.2. അതും ഞാൻ പ്രതീക്ഷിച്ചില്ല. ബട്ട് മറ്റേ മാർക്കുള്ളതുകൊണ്ട് അതാലോ എടുത്തത്. എനിക്ക് ഫസ്റ്റത്തെ സെക്ഷനില് 96 ആ വന്നത്. അപ്പം അന്ന് നെഹാനോട് ഞാൻ പറഞ്ഞു, നെഹാനെ ഞാൻ തോറ്റ്. ഞാൻ ചെയ്തത് മൊത്തം തെറ്റ്, കുറെ വിട്ടിട്ടുണ്ട്, കുറെ നെഗറ്റീവ് വന്നിട്ടുണ്ട്. ഞാൻ തോറ്റ് ഞാൻ ഇല്ല, ഞാൻ പോവാ, ഞാൻ ഒക്കെ ഉള്ളൂ പറഞ്ഞായിരുന്നു. അതെ, ഞാൻ ഇങ്ങനെ ഇത് എന്ത് ചെയ്യണമെന്ന് പറയുന്നത് ഇങ്ങനെ ഫുൾ ടെൻഷൻ അടിക്കുക. വീട്ടിലിരിക്കുന്ന ടൈമിലാണ് വന്നത്. അപ്പം 96 എന്ന് പറഞ്ഞപ്പോൾ ഒന്നാമത് മര്യാദയ്ക്ക് പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പം അന്ന് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇത്രയും കിട്ടിയല്ലോ, ഇനി അടുത്ത സെഷനിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാം. ഒട്ടും ഞാൻ ഡിസപ്പോയിന്റഡ് ആയിരുന്നില്ല. അപ്പൊ കൃഷ്ണജ മാം പറഞ്ഞു, ഫസ്റ്റ് സെഷനിൽ 76 കിട്ടിയവര് സെക്കൻഡ് സെഷൻ ആയപ്പം 99 മേടിച്ച് SPA ഡൽഹി ഇരിക്കുന്നവരുണ്ട്. ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പൊ എന്തുകൊണ്ട് നമുക്കും കിട്ടിക്കൂടാ, കിട്ടാലോ എന്ന് വിചാരിച്ച് കുറച്ചും കൂടെ വർക്ക് ഇട്ടു, എഫേർട്ട് ഇട്ടു. അപ്പൊ അതിനുള്ള റിസൾട്ട് കിട്ടി. വീട്ടിലെല്ലാരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്താ പറയാ, എല്ലാരും ഭയങ്കര പ്രൗഡായിരുന്നു. എനിക്ക് ആക്ച്വലി 2 സെഷനും 2 ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് വൺ ഒട്ടും, അതായത് ഓക്കെ ചെറിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, ബിക്കോസ് എക്സാം ടഫ് ആയിരുന്നല്ലോ. പിന്നെ എനിക്ക് എന്റെ സ്കോർ നോക്കിയപ്പോൾ ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഓക്കെ, ഞാൻ കുറച്ച് പേരെല്ലാം ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ 2 റിസൾട്ട് വന്നപ്പോൾ ഞാൻ വീട്ടിലുണ്ടായില്ല. അതാ പ്രശ്നമായത്. ഞാൻ പുറത്തായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു, അതാ പ്രശ്നം. അപ്പോ ഫസ്റ്റ് റിസൾട്ട് വന്നപ്പോ ഞാൻ സുഭാഷ് പാർക്കിൽ ഇരിക്കാം. സുഭാഷ് പാർക്കിൽ പിടിക്കാൻ ആരും ഒന്നും ഉണ്ടായില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ ഫിദ ആരാണ്ട് വിളിച്ച് പറഞ്ഞു, ഞാൻ റിസൾട്ട് ഒന്ന് വേഗം നോക്കു പറഞ്ഞിട്ട്. ഞാന് ശ്വാസം വലിക്കുന്ന, അത് ചെയ്യുന്ന, അപ്പുറത്തുള്ളവരൊക്കെ നോക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് നോക്കിയപ്പോള് ഇത് നമ്മ അടിക്ക് പോണല്ലോ, പെർസെന്റേജ് കാണണമെങ്കിൽ അടിക്ക് പോണല്ലോ. പോണ്ട ഇപ്പൊ പോണ്ട, കുറച്ച് പതുക്കെ ഇങ്ങനെയൊക്കെ നോക്കിയത്. അപ്പൊ 99.5. അപ്പൊ സത്യം പോയിട്ടും വിശ്വസിച്ചില്ല. എന്നിട്ട് അടിയിലത്തെ ദർശനം പറഞ്ഞ പോലെ തന്നെ വേർഡ്സ് ഒക്കെ വായിച്ചു നോക്കി 99. അതൊക്കെ എന്നിട്ട് ഞാൻ ഉമ്മച്ചിനെ വിളിച്ച് എടുക്കുന്നില്ല. അപ്പൊ എന്റെ പിന്നെയും ടെൻഷനായി, ഉമ്മച്ചി ഒട്ടും എടുക്കുന്നില്ല. ഉമ്മച്ചി മരണ വീട്ടിലെങ്ങാണ്ടായിരുന്നു തോന്നുന്നു. ഉപ്പിച്ചിനെ വിളിച്ച് ഉപ്പിച്ചെടുത്ത് പറഞ്ഞപ്പോ ഉപ്പിച്ച് സ്റ്റക്കായി കുറച്ചു നേരം. അതായത് ഒന്നും പറയാനില്ല. സത്യമായിട്ടും ഉപ്പിച്ചി റിസൾട്ട് അയച്ചു കൊടുത്തപ്പോ ഭയങ്കര സന്തോഷമായി. പിന്നെ എന്നിട്ട് അത് കഴിഞ്ഞ് ഓക്കെ, അതിന്റെ ഒരു ചൂടൊക്കെ കഴിഞ്ഞ് സെക്കൻഡ് അറ്റംപ്റ്റിന് അപ്പോൾ നമുക്ക് റാങ്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് വന്നിട്ടില്ലല്ലോ. സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു. ഇതുപോലെ തന്നെ റിസൾട്ട് വന്നിട്ടാന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഒന്ന് നോക്കിയേക്കാം, ഉണ്ടാവൂലല്ലോ എന്തായാലും. നോക്കിയപ്പോ 99.8. അപ്പോഴും വിശ്വസിച്ചില്ല. അപ്പോഴും ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ തന്നെ വേർഡ്സ് ഒക്കെ വായിച്ചു നോക്കി. റാങ്ക് അപ്പോഴും കണ്ടിട്ടില്ല, റാങ്ക് ഓർത്തില്ല. പിന്നെ ഉമ്മച്ചിനെ വിളിച്ചപ്പോ ഉമ്മച്ചി ഭയങ്കര സന്തോഷമായി. റാങ്ക് വെച്ചപ്പോ 29 കേട്ടപ്പോ എല്ലാവർക്കും ഭയങ്കര എന്റെ ഫ്രണ്ടൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്ക് അങ്ങനെ ഒരു റിസൾട്ട് ലൈഫിൽ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോ അത് ഭയങ്കര എക്സൈറ്റിംഗ് മൊമെന്റ് ആയിരുന്നു എന്റേത്. ഭയങ്കര നല്ല രസമായിരുന്നു ആ ഒരു മൊമെന്റ്. ഇതിൽക്ക് വന്നതിന് ശേഷം എന്റെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കി വന്നതിന് ശേഷമാണ് എനിക്ക് ഇത്രയ്ക്ക് പഠിക്കാൻ പറ്റുന്നതും. ആ ഒരു ഫോക്കസ് കൊടുക്കാനായിട്ട് നമുക്ക് താല്പര്യം വേണ്ടേ, ആ താല്പര്യം വന്നത് അതുകൊണ്ട് മാത്രം. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല എവിടെയെങ്കിലും. പ്ലസ് ടുവില് 10 വരെ ഞാൻ മര്യാദയ്ക്ക് പഠിക്കുമായിരുന്നു. പ്ലസ് ടു ആയപ്പം സയൻസിനോടുള്ള
പ്രതീക്ഷ സാധനമല്ല ഇതിനകത്തുള്ളതെന്ന് മനസ്സിലായി. മൊത്തത്തിൽ കയ്യിന്ന് പോയി. പിന്നെ ഞാൻ ആകെ എൻജോയ് ചെയ്തോണ്ടിരുന്നത് ലാബ്, റെക്കോർഡ് വരയ്ക്കുന്നത്, ആ പരിപാടികൾ ചെയ്യുന്നത് മാത്രമായിരുന്നു. അല്ലാതെ വേറെ ഒന്നും സയൻസിൽ എനിക്ക് അത്ര റെക്കോർഡ് വരയ്ക്കലാണല്ലോ, അത് ഭയങ്കര വരയ്ക്കലാണല്ലോ, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഭയങ്കര റെക്കോർഡിൽ interesting. എല്ലാരും റെക്കോർഡൊക്കെ വരച്ചു കൊടുക്കും. അന്നേ ചെറിയ ഹിന്റ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ഇതാണ്. ടീച്ചേഴ്സ് ഒക്കെ പറയുമായിരുന്നു വരച്ചോ, ഇരുന്ന് വരച്ചോ, പഠിക്കണ്ടാട്ടാ, ഇരുന്ന് വരച്ചോ. എന്നിട്ട് ഇപ്പൊ ടീച്ചേഴ്സിന്റെ അടുത്ത് പറയുമ്പോ അപ്പൊ അന്ന് ഇരുന്ന് വരച്ചായിരുന്നു ഇതിനായിരുന്നു അല്ല എനിക്കറിയണ്ടേ. കുറച്ച് മാസൊക്കെ ആയിട്ട് പോയി ടീച്ചേഴ്സിന്റെ അടുത്ത് സ്കൂളിലൊക്കെ തിരിച്ചൊരു പോക്കുണ്ട്. പോണം. പോണം. ഇനി എക്സാം എഴുതാനായിട്ട് പോകുന്ന സ്റ്റുഡൻസിനോട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് എന്താണ് പറയാനുള്ളത്? ഒരു ടിപ്പായിട്ടോ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ടോ? ഞാൻ പറയുകയാണെങ്കിൽ നമ്മളുടെ കോൺഫിഡൻസ് എപ്പോഴും, അതായത് ഒരു തരത്തിലും എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നോക്കുക. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ തന്നെയാണ് ബെസ്റ്റ് എന്ന് വിശ്വസിക്കുക. ഈവൻ ദോ നമ്മുടെ ചുറ്റും കാണുന്നവർ നമ്മളെക്കാൾ ഒരുപാട് ബെറ്റർ ആണെങ്കിലും നമ്മൾ തന്നെയാണ് ബെസ്റ്റ് എന്ന് തന്നെ വിചാരിക്കാം. പിന്നെ നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടേതായ മെത്തേഡ്സ് ഒക്കെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. അല്ലാതെ മറ്റുള്ളവർ പഠിക്കണത് നമ്മൾ ഇരുന്നിട്ട് ഈ ഒരു ഫീൽഡിൽ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഞാനത് ട്രൈ ചെയ്തിട്ട് അത് ഫെയിൽ ചെയ്തിട്ടുള്ളൂ. ഞാൻ എൻ്റെ ഓൺ മെത്തേഡ്സിൽ കുറേയൊക്കെ ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എക്സ്പെരിമെന്റലി അതാണ് ശരിയെന്ന് തോന്നിയത്. നമ്മുടേതായ രീതിയിൽ പഠിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പാഷനേറ്റ് ആയിട്ടും മാത്രം വരിക. അതായത് ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ ഇതിൽ വന്നിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചിലർക്കൊക്കെ പറ്റുമായിരിക്കും. പക്ഷെ അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇത്ര നല്ലൊരു റിസൾട്ടും ആ റിസൾട്ടിൽ ഇത്ര ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പാഷൻ എന്താണെന്ന് നോക്കിയിട്ട് ശരിക്കും വരാം. പിന്നെ ഇത് പഠിക്കാനായിട്ട് ഇത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, ഇപ്പോൾ ആർക്ക് അവയർനെസ് പഠിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ പഠിക്കുമ്പോൾ അത് ഭയങ്കര ബോറിങ്ങാണ്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അത് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് തോന്നുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഫുൾ തിയറി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാത്രം വരാം. ഞാൻ പറയുവാണെങ്കിൽ, അതായത് നമ്മൾ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഒരു ബേസ് അധികം ഇതിനെപ്പറ്റി വൈഡ് നോളജ് ഒന്നും ഇല്ലാത്ത ആളായിരുന്നു. തിങ്കിൽ വന്നിട്ടാണ് ഇതിനെപ്പറ്റി ഇത്രയും വൈഡ് ആയിട്ടുള്ള നോളജും ഇതിനെപ്പറ്റി ഓരോ നമ്മൾ അറിയുന്നത് തന്നെ ഇവിടെ വന്നിട്ടാണ്. അപ്പോൾ നമുക്ക് ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റും അതിനോടൊരു പാഷനും ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള സ്റ്റഡി മെറ്റീരിയൽസും ഫാക്കൽറ്റീസും നമ്മുടെ പിയർ ഗ്രൂപ്പും എല്ലാം കൊണ്ട് നമ്മൾ ഓൾറെഡി അതിൽ മോൾഡഡ് ആയി കിട്ടും. പിന്നെന്താ പറയുക, നമ്മൾ പഠിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുമ്പം നമ്മൾ കുറച്ചും കൂടെ കാണാപ്പാഠം പഠിക്കുക. അതിനപ്പുറത്ത് നമുക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കുക പഠിക്കുന്നതിനെ. നമ്മൾ ഫ്ലാഷ് കാർഡ്സ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് പഠിത്തത്തിനോട് ഇൻട്രസ്റ്റ് ആക്കുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, എന്നാലും അതിനെ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കി പഠിക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം കഴിഞ്ഞ ഇയറൊക്കെ ഞങ്ങൾ ഇതുപോലെ ഇന്റർവ്യൂ ഇരുന്ന് കണ്ടോണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മളിപ്പം ഇവിടെ ഇരുന്ന് ഇന്റർവ്യൂ നമ്മള് പാലയ്ക്കുമായിരുന്നു ആക്ച്വലി. നമ്മളെ കൊണ്ട് ഒന്നും പറ്റില്ല. പിന്നെ അതൊക്കെ ടോപ്പേഴ്സ് ആണ്. അത് ആ ലെവലിലുള്ളവർ അത്ര പഠിപ്പിക്കുള്ള, നമ്മള് ആവറേജ് അല്ലേ. പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല ആക്ച്വലി. നമ്മ ചെയ്യുന്ന കാര്യത്തിൽ ബെസ്റ്റാന്ന് വിശ്വസിച്ച് കഴിഞ്ഞാല് കിട്ടും. നിങ്ങൾക്കും ഇവിടെ ഇരിക്കാം. നമ്മൾ എഫേർട്ട് ഇടുക. അതായത് നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് വരിക. എഫേർട്ട് ഇടുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. തിങ്ക് ഈസ് ദ ബെസ്റ്റ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയും, നിങ്ങളിത് ഷുവർ ആയിരിക്കണം ഇത് തന്നെ വേണോ, ഇതിന് നിങ്ങൾക്ക് ടാലന്റ് ഉണ്ടോ എന്നും കൂടി അറിയണം. അപ്പോൾ ഞാൻ അത്യാവശ്യം വളരെ ഓപ്പൺ മൈൻഡഡും ഓപ്പൺ ടു എക്സ്പെരിമെന്റ്സ് ആണ്. അപ്പോൾ യു ഷുഡ് എക്സ്പെരിമെന്റ് യുവർ സെൽഫ്. എന്തിലാണ് നിങ്ങൾക്ക് കൂടുതൽ ടാലന്റ് ഉള്ളത്, എന്തിലാണ് നിങ്ങൾക്ക് ഇച്ചിരി വീക്ക് പോയിന്റ്സ് ഏതൊക്കെയാണ്, അതൊക്കെ ആദ്യം തന്നെ മനസ്സിലാക്കി എടുക്കണം. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് BArch എന്ന് നിങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പലതരം സ്റ്റഡി മെത്തേഡ്സ് ഉണ്ട്. ഞാൻ പലതും ട്രൈ ചെയ്ത് നോക്കി. ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ ഫ്ലാഷ് കാർഡ്സ് അതൊക്കെ ഞാൻ നോക്കി. ബട്ട് എനിക്കത് ആക്ച്വലി അത്ര എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് ഇച്ചിരി കൂടി എഫക്റ്റീവ് ആയത് PDF ആയിട്ടും അല്ലെങ്കിൽ വിഷ്വലി കുറച്ച് ഡയഗ്രാംസും അതും. പിന്നെ ഞാൻ തന്നെ എന്നെ സെൽഫ് ടെസ്റ്റ് ചെയ്ത് നോക്കും എത്ര പഠിച്ചിട്ടുണ്ടോ. എനിക്ക് അതാണ് ഇച്ചിരി കൂടി എഫക്റ്റീവ് ആയിട്ട് തോന്നിയത്. സോ ലൈക്ക് മറ്റുള്ളവർ അതാണ് ഇതാണെന്നും പറഞ്ഞ് നോക്കാതെ നിങ്ങൾക്ക് എന്താണ് എഫക്റ്റീവ് ആണെന്ന് നോക്കണം. പിന്നെ യൂട്യൂബിലെ വീഡിയോസും അതൊക്കെ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. കാരണം ഞാൻ അത് കാണുമ്പോൾ ഞാൻ അത് ഓർത്തിരിക്കും. ഓരോരുത്തരും പല ടൈപ്പ് ലേണിംഗ്സ് ആണല്ലോ. വിഷ്വൽ ലേണിംഗ്, ഓഡിയോ ലേണിംഗ്, അങ്ങനെ പലതും ഉണ്ട്. ചിലർക്ക് ജസ്റ്റ് വായിച്ചു കഴിഞ്ഞാലും കിട്ടും. സോ അങ്ങനെ നിങ്ങളെ തന്നെ മനസ്സിലാക്കി എടുക്കണം. നിങ്ങൾക്ക് ഏതായിരിക്കും ബെസ്റ്റ് അത് നിങ്ങൾക്ക് അറിയണം. പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് തോന്നിയിരിക്കുന്ന പോയിന്റ്സ് അത് ഞാൻ അതിൽ വലിയ സംഭവം വിചാരിക്കരുത്. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അതേസമയം വീക്കായിട്ടുള്ള ഭാഗങ്ങളും നിങ്ങൾ അത് കംപ്ലീറ്റ്ലി അങ്ങ് അവോയ്ഡ് ചെയ്യാതെ അതിനും ശ്രമിക്കണം. ഞാൻ
മാത്സ് ആയിരുന്നു എനിക്ക് ഇതിലൊരു വീക്ക്നെസ് ആയിട്ട് തോന്നി, എസ്പെഷ്യലി കാൽക്കുലസ്. ബട്ട് ഞാൻ കാൽക്കുലസ് കംപ്ലീറ്റ്ലി അങ്ങ് അവോയ്ഡ് ചെയ്തില്ല. ഞാൻ അതും കുറച്ചൊക്കെ എങ്ങാനും ഒരു ക്വസ്റ്റ്യൻ എളുപ്പമുള്ള വരാലോ, എങ്ങാനും വന്നു കഴിഞ്ഞാൽ അത് കിട്ടാലോ. സോ അങ്ങനെ നിങ്ങൾ പറ്റാന്നത്രയും പുട്ട് ഇൻ യുവർ 100%. സോ സെൽഫ് ഡൗട്ട് ഒക്കെ ഉള്ള Yeah. കുറെ കുട്ടികളുണ്ടോ? അവർക്കൊക്കെ ഇന്റർവ്യൂ വളരെ ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിലും 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നിങ്ങളുടെ ഡ്രീം കോളേജസിൽ പോയി 5 5 വർഷം വർഷം അടിച്ചു പൊളിക്കുക. അതാണ് 5 വർഷമാണ്. അപ്പൊ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് അതെ, interest ഇല്ലാതെ പെടും. അതെ. ബിക്കോസ് ഭയങ്കര സ്ട്രെസ്ഫുൾ Yeah. ആയിട്ടുള്ള കോഴ്സ് ആണല്ലോ. എല്ലാരും ഞങ്ങളെ വാൺ ചെയ്യായിരുന്നു, ഇങ്ങനെ അതെ. ഉറക്കൊന്നും ഉണ്ടാവത്തില്ല, ഉണ്ടാവില്ല, 1 അതുണ്ടാവില്ല. മണിക്കൂർ ഉറക്കം, 2 Even മണിക്കൂർ, അതിന് റെഡി ആണെങ്കിൽ പോയിട്ടേ കാര്യം. ഇത് ആക്ച്വലി ഈ ഇത്രയ്ക്ക് സ്കോർ ചെയ്തത് സത്യം പറഞ്ഞാൽ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാ. അതായത് എന്താ കിട്ടണം എന്നുള്ളൊരു മൈൻഡിൽ മാത്രം പോയിട്ടാ. ഈവൻ ആവറേജ് ആണെങ്കിൽ പോലും ആ അതെ. ഒരു പാഷൻ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. ഈ 5 വർഷവും ഇതുപോലെ work ചെയ്യണമല്ലോ. വിചാരിക്കാതെ കിട്ടും കിട്ടും എന്നുള്ള ഒരു കിട്ടും. രീതിയില് അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല ആ ഒരു മൈൻഡില്. കിട്ടണം. ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി Yes. ഇവരെ പോലെ അവരുടെ ഡ്രീം കോളേജസിൽ എല്ലാവർക്കും കയറാനായിട്ട് പറ്റും. അതെ. അപ്പോ ഫേമസ് ആയിട്ടുള്ള ആർക്കിടെക്ട്സ് ആയിട്ട് എല്ലാവരും Thank you. 3 പേരും വരട്ടെ എന്ന് ആശംസിക്കും.